ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പഞ്ചാബിയാണ്. അബദ്ധവശാൽ കേരളത്തിൽ ജനിച്ചു പോയെന്നുള്ളതേ ഉള്ളൂ. അതൊരു ഫലിതമാണ്. ചിരിക്കാം. ഞാനൊരു ഫലിതക്കാരനാണ് കേട്ടോ. അപ്പോൾ ഞാൻ പഞ്ചാബിൽ ജീവിക്കുന്നത് കൊണ്ട് കുറച്ച് ഫലിതം പറയും, ഉറക്കെ ഹല്ലേലൂയ പറയും. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഉറക്കെ ഒരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. ഒരുവിധം ഒത്തു, കഷ്ടിച്ചൊത്തതേ ഉള്ളൂ കേട്ടോ. പഞ്ചാബികൾ അങ്ങനെയൊന്നും അല്ല പറയുന്നത്, ഉറക്കെ പറയും. നമുക്ക് നാളെ രാവിലെ പറയണം. വളരെ പരിമിതമായ സമയമാണ് എൻ്റെ മുമ്പിലുള്ളത്. ഞങ്ങൾ വടക്കേ ഇന്ത്യക്കാരൊക്കെ 2 മണിക്കൂർ പ്രസംഗിക്കുന്ന സ്വഭാവമുള്ളവരാണ്. എങ്കിലും ഞാൻ ഒരു പദവിയായിട്ട് കണക്കാക്കുന്നു ഇങ്ങനെ ഒരു മിഷൻ കോൺഫറൻസിൽ എനിക്ക് സംസാരിക്കാൻ അനുവാദം കിട്ടിയതിന്. എന്നെ ക്ഷണിച്ച ഈ കമ്മിറ്റിയുടെ ഭാരവാഹികളോട്, ബഹുമാനപ്പെട്ട പട്ടക്കാരോട് നന്ദി പറയുന്നു. നിങ്ങൾ ചെയ്തതൊരു വലിയ, എന്നോട് കാണിച്ച കരുണയായിരുന്നു. കർത്താവ് നിങ്ങളെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ സഭയിൽ നിന്നും അനേകം പേര് മിഷണറിമാരെ സഹായിക്കുക മാത്രമല്ല, മിഷണറിമാരായിട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒരു ബുക്ക് സ്റ്റാൾ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ പോകാൻ നേരം ചെന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചില പുസ്തകങ്ങൾ വാങ്ങിക്കണം. ഇന്ന് 100 രൂപയുടെ പുസ്തകം 150 രൂപയ്ക്ക് കിട്ടുന്നതായിരിക്കും. 150 രൂപയുടെ പുസ്തകം 100 രൂപയ്ക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പുസ്തകങ്ങൾ വാങ്ങിച്ചുകൊണ്ടോ. ഇതാ ഇംഗ്ലീഷിൽ നല്ലൊരു പുസ്തകം, എൻലാർജ് യുവർ ബൗണ്ടറീസ്, നിങ്ങളുടെ അതിരുകളെ വിസ്താരമാക്കുക. മാതാപിതാക്കൾ ഇത് മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കണം. അവരുടെ ചിന്തയുടെ, അവരുടെ സ്വപ്നത്തിൻ്റെയൊക്കെ അതിരുകൾ വിശാലമാകട്ടെ. അസാധാരണമായ ഒരു പുസ്തകമാണ്. സൗഖ്യമാകുക, രോഗികൾക്ക് വേണ്ടിയുള്ള ഒരു പുസ്തകം. ഞാൻ 53 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും സുന്ദരമായിട്ടുള്ള പുസ്തകങ്ങൾ 5ആണ്. ഒന്ന് ഇതാണ്, വിശ്വാസത്താൽ അത്ഭുതം സൃഷ്ടിക്കുക. നിങ്ങൾ ഈ പുസ്തകം വാങ്ങിക്കണം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു അത്ഭുതം വേണം എന്ന് തോന്നുന്ന സമയത്ത് ഇത് വായിക്കാമെങ്കിൽ നിങ്ങളുടെ വിശ്വാസം കുതിച്ചുയരും. വിശ്വാസത്താൽ അത്ഭുതം നിങ്ങൾക്ക് സൃഷ്ടിക്കുക. ദൈവം തരാതെയും അത്ഭുതം പിടിച്ചു വാങ്ങിക്കാം. രക്തസ്രവക്കാരി സ്ത്രീ യേശു കൊടുത്തിട്ടൊന്നുമല്ല, പിടിച്ചു വാങ്ങിക്കാൻ. അപ്പോൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കും. ഒരു മാസിക ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്, ഇന്ത്യൻ മെസ്സഞ്ചർ. ഇത് സൗജന്യമാണ്. നിങ്ങൾക്കൊരു കോപ്പി സൗജന്യമായിട്ട് പുറകിൽ നിന്ന് കൊണ്ടുപോകാം. ഇത് ലഭിക്കണമെന്നുള്ളവർക്ക് അതിനകത്തൊരു ഫാറമുണ്ട്. ആ ഫാറം പൂരിപ്പിച്ച് അവിടെ കൊടുത്താൽ മതി. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസം മുതൽ ഈ മാസിക നിങ്ങൾക്ക് സൗജന്യമായിട്ട് വീട്ടിൽ കിട്ടുന്നതായിരിക്കും. ഇംഗ്ലീഷിലും ഒരെണ്ണമുണ്ട്, ആക്ട്സ് 29. അത് ഇംഗ്ലീഷ് മാസിക വാങ്ങിച്ചുകൊണ്ട് പോകാം, മലയാളം വാങ്ങിച്ചുകൊണ്ട് പോകാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ നിന്നാണ്. വേദപുസ്തകം കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ടുവരണം. വേദപുസ്തകം ഇല്ലാതെ ചർച്ചിൽ പോകരുത്. നിങ്ങൾ യാക്കോബക്കാരായിരിക്കാം, കത്തോലിക്കരായിരിക്കാം, CSIക്കാരായിരിക്കാം, മർത്തോമക്കാരായിരിക്കാം, പെന്തുകോസുകാരായിരിക്കാം, ബ്രദറുകാരായിരിക്കാം. നിങ്ങൾ ചർച്ചിൽ പോകുമ്പോൾ വേദപുസ്തകമായിട്ട് പോകണം. വേദപുസ്തകമായിട്ട് മാത്രമല്ല, നിങ്ങളുടെ കയ്യിൽ നോട്ട്ബുക്ക് ഉണ്ടായിരിക്കണം. ഇതില്ലാതെ ഞാൻ വെളിയിൽ ഇറങ്ങത്തില്ല. നിങ്ങളുടെ ഈ പേന ഉണ്ടായിരിക്കണം. 2 പേന വേണം. കാരണം ഒരെണ്ണം തെളിയാതെ വന്നാൽ വേറൊന്ന് ഉപയോഗിക്കാം. എൻ്റെ കയ്യിൽ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്, 8:45 ഇറങ്ങിയതാണ്. ഇതുവരെ പിന്നെ തിരിച്ചു പോയില്ല. എൻ്റെ ഈ 2 പേന ഉണ്ടായിരുന്നു. ഈ 2 പേനയും 2 പേർക്കായിട്ട് കൊടുത്തു. പിന്നെ കടയിൽ നിർത്തി വാങ്ങിച്ചുകൊണ്ട് പോരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഇതെല്ലാം ഉണ്ടായിരിക്കണം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് യോഹന്നാൻ 20-ാം അധ്യായം. എനിക്ക് പറയാനുള്ളതെല്ലാം പറയാനൊക്കത്തില്ല, സമയമില്ല. എന്നാൽ അതെല്ലാം ഞാൻ നിങ്ങൾക്കൊരു CD ആയിട്ട് തരാൻ ആഗ്രഹിക്കുകയാണ്. ഇതാ എൻ്റെ സുപ്രസിദ്ധമായ ഒരു പുസ്തകമാണ്, ഗുരുപാദങ്ങളിൽ ഒരു വേദപഠനം. ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത്, മാനസാന്തരപ്പെട്ട സമയത്ത് എൻ്റെ ഒരു അമ്മാച്ചൻ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അദ്ദേഹം എനിക്കൊരു എഴുത്തെഴുതി. മോനെ, എൻ്റെ സ്വന്തം അമ്മാച്ചനാണ്, രക്ഷിക്കപ്പെട്ട ഒരു ഒരു വിശ്വാസി. അദ്ദേഹം എനിക്ക് എഴുതി, മോനെ, നീ 2 കാര്യം ചെയ്യണം. റോമർക്കെഴുതിയ ലേഖനം 5-6 പ്രാവശ്യം വായിക്കണം. റോമർക്കെഴുതിയ ലേഖനം വായിക്കാമെങ്കിൽ ദൈവം എങ്ങനെയാണ് പാപത്തെ കാണുന്നതെന്ന് മനസ്സിലാവും. മനുഷ്യർക്ക് ചെന്ന് ചോദിച്ചാൽ പലതും പറയും. ഉദാഹരണത്തിന് ബിയർ കുടിക്കാമോ? ഒരാൾ ഒരു അഭിപ്രായം പറയും, വേറൊരാൾ വേറൊരു അഭിപ്രായം പറയും, വേറൊരാൾ വേറൊരു അഭിപ്രായം പറയും. എന്നാൽ ദൈവത്തോട് ചോദിക്കാമെങ്കിൽ അങ്ങനെ, ഇഫ് യു വാണ്ട് ടു സീ ഹൗ ഗോഡ് ഈസ് ലുക്കിംഗ് അറ്റ് സർട്ടൻ തിങ്സ്, റീഡ് ദ ബുക്ക് ഓഫ് റോമൻസ് 5-6 times.
ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. ദൈവം അന്ന് എനിക്ക് തന്ന ഉപദേശം, അദ്ദേഹത്തിലൂടെ തന്ന ഉപദേശം എനിക്ക് വളരെ പ്രയോജനപ്പെട്ടു. രണ്ടാമത്തെ അദ്ദേഹം പറഞ്ഞു, മോനെ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-6 പ്രാവശ്യം വായിക്കണം. കാരണം യേശുവിൻ്റെ ഹൃദയം നിനക്ക് അതിനകത്ത് കാണാനൊക്കെ. ഞാനിങ്ങനെ 5-6 പ്രാവശ്യം വായിച്ചപ്പോൾ, ഞാനൊരു ബൈബിൾ കോളേജിൽ പോയി പഠിച്ചിട്ടില്ല, പഠിക്കാനുള്ള ഭാഗ്യമുണ്ടായില്ല. ഞാൻ ബൈബിൾ കോളേജിൽ വിശ്വസിക്കുന്നു. എനിക്ക് ബൈബിൾ കോളേജ് പലതുണ്ട്, 21 ബൈബിൾ കോളേജുകൾ, ബൈബിൾ സ്കൂളുകളുണ്ട്, ഒരു ബൈബിൾ കോളേജുണ്ട്. എനിക്ക് 5 മക്കളാണ്. എൻ്റെ 5 മക്കളും ബൈബിൾ കോളേജുകളിൽ പഠിച്ചതാണ്. അവർ ബൈബിളല്ല പഠിച്ചത്, അവർ ചിലർ തിയോളജി പഠിച്ചു, 2 പേര് തിയോളജി പഠിച്ചു, 2 പേര് സൈക്കോളജി പഠിച്ചു, ഒരാൾ MBA പഠിച്ചു. 5 പേരും പഠിച്ചത് ബൈബിൾ കോളേജിലാണ്. കാരണം ബൈബിൾ കോളേജ് പഠിക്കുന്ന നല്ലതാണ്. എനിക്കതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല. പക്ഷേ ഞാനിത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ 20-21 വായിച്ചു അധ്യായങ്ങൾ എൻ്റെ മനസ്സിനകത്ത് കുരുക്കി നിന്നു. എന്നെ അത് വല്ലാതെ ബാധിച്ചു. ഞാൻ പിന്നീട് ഒരു പുസ്തകം എഴുതി, ഗുരുപാദങ്ങളിൽ ഒരു വേദപഠനം എന്ന് ഞാൻ തന്നെ വായിച്ചിരിക്കുകയാണ് ആ പുസ്തകം. നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോയാൽ ഞാൻ ഇന്ന് പ്രസംഗിക്കാനുള്ളതെല്ലാം വിശാലമായിട്ട് നിങ്ങൾക്ക് കിട്ടും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ അതിനു മുമ്പ് ഒരു അനുവാദം ചോദിക്കുകയാണ്. ഞാൻ ഇച്ചിരി അനങ്ങിയാൽ നിങ്ങളാരും പിണങ്ങരുത്. എൻ്റെ ടെലിവിഷൻ നാളെ രാവിലെ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരുന്നുണ്ട് കേട്ടോ. കുറച്ച് പേരുടെ വീട്ടിൽ വരും. എല്ലാവരുടെയും വീട്ടിൽ വരാനൊക്കത്തില്ല. ഒരു 10-15 പേരെ ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വിളിച്ചില്ലേലും ശരി, രാവിലെ 6 മണിയാകുമ്പോൾ ഞാൻ വന്ന് കൊട്ടുന്നതായിരിക്കും. ടെലിവിഷൻ ഓൺ ചെയ്യണം. സൂര്യ TV-യിൽ ഓൺ ചെയ്യാമെങ്കിൽ രാവിലെ 6 മണിക്ക് ഞാൻ കയറി വരും. കാപ്പിയും ചായയും കുടിക്കാതെ ഇറങ്ങിപ്പോരും. സൂര്യ TV-യിൽ രാവിലെ 6 മണിക്ക്. അല്ല, രാവിലെ 6 മണിക്ക് കാണാൻ ഒക്കാത്തവർ ചൊവ്വാഴ്ച രാത്രി 10:30 മണിക്ക് എന്നെ പവർ വിഷനകത്ത് കാണാം. വേറെ പല ചാനലിലും ഉണ്ട്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കണം. അപ്പോൾ ഞാനൊന്ന് അനങ്ങിയാൽ, ഒന്ന് കുലുങ്ങിയാൽ നിങ്ങളാരും പിണങ്ങരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ഞാൻ സാധാരണ പ്രസംഗിക്കുമ്പോൾ ഒരു ഫലിതം പറഞ്ഞിട്ടാണ് പ്രസംഗിക്കുന്നത്. അധികം പേർക്കും പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട്, പുൾപിറ്റിൽ നിന്നുകൊണ്ട് ഫലിതം പറയുന്നത് ഇഷ്ടമല്ല. പക്ഷേ എനിക്കിഷ്ടമാണ്. ഞാൻ പഞ്ചാബിയാണല്ലോ. അപ്പം ഞാനൊരു ഫലിതം പറഞ്ഞാൽ നിങ്ങളാരും പിണങ്ങരുത്. എൻ്റെ കയ്യിൽ ഒത്തിരി ഫലിതമുണ്ട്. ഈ കഷണ്ടിത്തല എൻ്റെ ഹാർഡ് ഡിസ്ക്കാണ്. ഇതിനകത്ത് ഞാൻ 269 ഫലിതം സേവ് ചെയ്ത് വെച്ചിരിക്കുക. നമ്പരിട്ട 1 2 3 4 5 6 7 269. ഒരു നമ്പർ പറയാമെങ്കിൽ ഞാൻ ആ ഫലിതം പറയുന്നതായിരിക്കും. സഹോദരിമാരാരെങ്കിലും ഒരു നമ്പർ പറഞ്ഞ് 25. അയ്യോ, അത് നല്ല ഫലിതമല്ല, ഇച്ചിരി അശ്ലീലമാത്. ഇറ്റ്സ് എ ഡേർട്ടി ജോക്ക്. പക്ഷേ സുന്ദരിയായ ഒരു സഹോദരി ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ എങ്ങനെ പറയാതെ ഇരിക്കും. അതുകൊണ്ട് ജോക്ക് നമ്പർ 25. ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള ഒരു മനുഷ്യൻ ബാംഗ്ലൂരിൽ പോയിട്ടൊരു പെണ്ണിനെ കെട്ടി. ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള ചെറുക്കന്മാർക്കൊരു ദോഷമുണ്ട്. ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും എല്ലാം ദേഷ്യപ്പെടും. ചായക്ക് ചൂടുണ്ടെങ്കിൽ ദേഷ്യം, ചൂടില്ലെങ്കിൽ ദേഷ്യം, ഒത്തിരി ചൂടായ ദേഷ്യം, എല്ലാത്തിനും ദേഷ്യം വരും. പക്ഷേ ബാംഗ്ലൂരിലെ മലയാളി പെൺപിള്ളേർക്കറിയാമല്ലോ, അവർ ദേഷ്യപ്പെടത്തേ ഇല്ല. അവരിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കും. അപ്പോൾ 1 വർഷം ദേഷ്യപ്പെട്ടു, 2 വർഷം ദേഷ്യപ്പെട്ടു, 3 വർഷം ദേഷ്യപ്പെട്ടു. പക്ഷേ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ അയാൾക്കൊരു സംശയം, അവിടെ ഞാൻ ദേഷ്യപ്പെടുന്നു, ഞാൻ അലറുന്നു, ഞാൻ അട്ടഹസിക്കുന്നു, എവളെന്താ ദേഷ്യപ്പെടാത്ത, എവളിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം 3-ാമത്തെ വർഷം ചോദിച്ചു, തങ്കക്കുടമേ എന്തോ? അല്ല, ഞാൻ ദേഷ്യപ്പെടുന്നു, ഞാൻ അട്ടഹസിക്കുന്നു, ഞാൻ അലറുന്നു, പക്ഷെ നീ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കാൻ എന്തുവാ കാര്യം? നേരം പറഞ്ഞ അച്ചായൻ ദേഷ്യപ്പെടുമ്പം, അച്ചായൻ അട്ടഹസിക്കുമ്പം, അച്ചായൻ അലറുമ്പം ഞാൻ പോയിട്ട് കക്കൂസ് ക്ലീൻ ചെയ്യും. അയാൾ പറഞ്ഞു കക്കൂസ്, അതുകൊണ്ടാണ് ഞാൻ ഡേർട്ടിയാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പറഞ്ഞ്, എടാ നീ കക്കൂസ് ക്ലീൻ ചെയ്താൽ നിൻ്റെ ദേഷ്യം എങ്ങനെയാണ് മാറുന്നത്? അത് അച്ചായൻ ദേഷ്യപ്പെടുമ്പം, അച്ചായൻ അട്ടഹസിക്കുമ്പം, അച്ചായൻ അലറുമ്പം ഞാൻ പോയിട്ട് കക്കൂസ് ക്ലീൻ ചെയ്യും. അച്ചായൻ്റെ ടൂത്ത് ബ്രഷ് എടുത്ത് അത് ക്ലീൻ ചെയ്യുന്നു. ശ്രദ്ധിക്കണം, നിങ്ങളാരും ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്ന് കല്യാണം കഴിക്കരുത്. അഥവാ കല്യാണം കഴിച്ചാൽ നിങ്ങളുടെ ടൂത്ത് ബ്രഷ് കൂടെ മാറണം, അല്ലെങ്കിൽ പല്ലിന് കേടായിരിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം. ഒരു ജോക്ക് കൂടെ കേൾക്കണമെന്നുള്ളവരൊന്ന് കൈപൊക്കിക്ക്. 15 പേരുണ്ട്. നാളെ രാവിലെ 10 മണിക്ക് നമുക്ക് കേൾക്കുന്നതായിരിക്കും. 20-ാം അധ്യായം യോഹന്നാൻ്റെ സുവിശേഷം എവിടെയാണെന്നറിയാം? ഉൽപ്പത്തി പുസ്തകം കഴിയുമ്പോഴാണ്. ഞാൻ കള്ളം പറയത്തില്ല, അതിന് മുമ്പല്ല, അതിനുശേഷം എങ്കിലും കാണാതിരിക്കത്തില്ല. നമ്മൾ 15 വാക്യങ്ങൾ കേട്ടു. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഇതൊരു മിഷൻ കോൺഫറൻസാണ്, വെറും ഒരു സുവിശേഷ പ്രസംഗമല്ല, ഒരു മിഷൻ കോൺഫറൻസാണ്. അപ്പം ഞാനൊരു മിഷൻ ചലഞ്ച് തന്നില്ല എങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്തുള്ള കമ്പികളിൽ, തന്ത്രിനാദങ്ങളിൽ ഞാൻ മുട്ടി വിളിച്ചില്ല എങ്കിൽ
ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ച ഫലം തന്നില്ല എന്ന് വരും. അതുകൊണ്ട് ചില കഥകൾ വടക്കേ ഇന്ത്യയിൽ നിന്നും പറയുവാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ സഹോദരന്മാർക്ക് സമയം കൊടുത്തിരുന്നെങ്കിൽ അവരെല്ലാവരും പറയുമായിരുന്നു കട്ടപ്പനയുള്ള കാര്യങ്ങൾ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. എങ്കിലും അവർക്ക് വേണ്ടി ഞാൻ സംസാരിക്കട്ടെ. അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ, 7, 8, 9. പത്രോസും ശിമോൻ അവൻ്റെ പിന്നാലെ, ശിമോൻ പത്രോസും. 6 പത്രോസും വന്നു, കല്ലറയിൽ കടന്നു. ശീലകൾ കിടക്കുന്നതും അവൻ്റെ തലയിൽ ചുറ്റിയിരുന്ന റൂമാൽ ശീലകളോടുകൂടെ കിടക്കാതെ വേറിട്ട് ഒരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നതും കണ്ടു. ആദ്യം കല്ലറയ്ക്കലെത്തി മറ്റേ ശിഷ്യനും അപ്പോൾ അകത്തു ചെന്നു, കണ്ടു, വിശ്വസിച്ചു. എൻ്റെ മുഖത്തോട്ട് നോക്കിയാണ്. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു. അതെന്നാണെന്ന് നമുക്ക് വാസ്തവത്തിൽ അറിഞ്ഞുകൂടാ. നിങ്ങളൊരു വേദപുസ്തകം പഠിക്കുകയാണെങ്കിൽ നമുക്കറിഞ്ഞുകൂടാ ഏത് ദിവസമായിരുന്നു, നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് ഏത് ദിവസമാണെന്ന് നമുക്ക് സംശയമില്ലാതെ അറിയാം. എന്നാണ്? ഞായറാഴ്ച രാവിലെ, ശനിയാഴ്ച രാത്രി, ഞായറാഴ്ച രാവിലെ. എത്ര മണിക്കാണ് ഉയർത്തെഴുന്നേറ്റെന്ന് അറിയത്തില്ല. ഇരുട്ടുള്ള സമയത്ത്. നിങ്ങൾ ഈ ദേവി ചെയ്ത ഈ CD വാങ്ങിച്ചുകൊണ്ട് പോകണം. അസാധാരണമായ ഒരു പുസ്തകമാണ്. എനിക്ക് 3 or 4 അവാർഡ് കിട്ടിയ ഒരു പുസ്തകമാണ് ഇത്, ഗുരുപാദങ്ങളിൽ വേദപഠനം. ഞായറാഴ്ച രാവിലെ 3 സ്ത്രീകൾ യേശുവിൻ്റെ കല്ലറയിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളൊക്കെ മാറ്റി കുറച്ച് മരുന്നൊക്കെ പുരട്ടാനായിട്ട് പോയി. വേറെ ആരും ചെയ്യത്തില്ല, ഞാനും നീയും ചെയ്യത്തില്ല, നിങ്ങളുടെ സഹോദരി ചെയ്യത്തില്ല, നിങ്ങളുടെ അമ്മ ഒരു പുരുഷൻ്റെ 33 വയസ്സുള്ള ഒരു പുരുഷൻ്റെ വസ്ത്രം 3 സ്ത്രീകൾ മാറ്റി ആരെങ്കിലും ചെയ്യുമോ? ഇല്ല. ഇത് അമ്മയല്ല, വേറെ ആരും ചെയ്യാത്തൊരു കാര്യം. എന്താ കാര്യം? നമുക്ക് ഈ സ്ത്രീകളെ പിടിച്ചൊന്ന് നിർത്തി ചോദിക്കാം. അയ്യോ, നിങ്ങൾ ഈ പണി കാണിക്കാനാണെന്ന് പോന്നേ. എനിക്ക് 7 പോയിന്റ് പറയാനുണ്ട്. ഈ സ്ത്രീകൾക്ക് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യത്തിനാണ് പോകുന്നത്. 1, രാത്രിയിൽ സ്ത്രീകൾ ആരെങ്കിലും ഇറങ്ങി നടക്കുമോ? ഇല്ല. അവർ പോകുന്നത് കല്ലറയ്ക്കലാണ്. ആരെങ്കിലും കല്ലറയിൽ രാത്രി പോകുമോ? ഇല്ല. ആ കല്ലറയിൽ നിറച്ച് പോലീസുകാരാണ്, പട്ടാളക്കാരാണ്. പട്ടാള ക്യാമ്പിൽ ആരെങ്കിലും സ്ത്രീകൾ പോകുമോ? ഇല്ല. അത് പട്ടണത്തിന് പുറത്താണ്. ദൂരദേശത്തേക്ക് ആരെങ്കിലും സ്ത്രീകൾ പോകുമോ? ഇല്ല. ഇനിയും എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ്, 33 വയസ്സുള്ള ഒരു പുരുഷൻ്റെ വസ്ത്രം മാറ്റി ഏത് സ്ത്രീക്ക് മരുന്നൊക്കെ പെരട്ടാൻ കൈകൊണ്ട് ആർക്കിതിന് ധൈര്യം വരും? നമുക്ക് ഈ സ്ത്രീകൾക്ക് ചോദിക്കാം, നിങ്ങൾ എന്താ ഈ പണി കാണിക്കാൻ പോകുന്നേ? എടാ, ശിഷ്യന്മാർ പോയില്ല, പിന്നെ നിങ്ങൾക്ക് എന്താ ഇത്ര അത്യാവശ്യം? ആ സ്ത്രീകൾ പറയും, അതിൻ്റെ കാരണമോ? ജസ്റ്റ് ബിക്കോസ് വി ലവ് ഹിം. ഇനിയും പറയുന്നത് കേട്ടാണ്, നിങ്ങൾക്ക് ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ മറ്റ് പലരും ചെയ്യാത്ത പലതും നിങ്ങൾ ചെയ്യും. നിങ്ങൾ മീറ്റിങ്ങിന് പോകും, നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകും, നിങ്ങൾ ദശാംശം കൊടുക്കും, നിങ്ങൾ സുവിശേഷം പറയും. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യും. അവരവിടെ ചെന്ന് കണ്ടപ്പോഴാണ് കല്ലറ തുറന്നു കിടക്കുന്നത്. ഞാൻ പല പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്. 6 പ്രാവശ്യമാണ് ഞാൻ യെരുശലേമിൽ പോയിരിക്കുന്നത്. 15 പ്രാവശ്യത്തോളമെങ്കിലും കുറഞ്ഞത് ഞാൻ ഈ കല്ലറയിൽ പോയിട്ടുണ്ട്. ചുമ്മാ അത് പോയി ഒന്ന് പ്രാർത്ഥിക്കാൻ, എന്നെ തന്നെ സമർപ്പിക്കാൻ ഞാൻ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിത് പറയുമ്പോൾ എനിക്ക് ചോദ്യം മനസ്സിലാക്കാൻ കഴിയും. ഐ ക്യാൻ വിഷ്വലൈസ് ഇറ്റ്, ദ ഹോൾ സീൻ. അവരവിടെ ചെന്നപ്പോൾ കല്ലറ തുറന്നു കിടക്കുന്നു. അവർ നോക്കിയപ്പോഴാണ് യേശുവിൻ്റെ ശരീരം കാണുന്നില്ല. അവർ ഓടി വന്ന് 11 ശിഷ്യന്മാരുടെയൊക്കെ പറഞ്ഞു, അച്ചായോ, സാറേ, ഉപദേശി, പാസ്റ്ററെ, എന്ത് വേണേലും വിളിച്ചുകൊള്ളുക. പറഞ്ഞു, നമ്മുടെ കർത്താവിൻ്റെ ശരീരം കാണുന്നില്ല. അതിനകത്ത് 2 ശിഷ്യന്മാർ, 9 പേര് പോയില്ല. എന്തുകൊണ്ട്? എൻ്റെ ഈ പുസ്തകം വായിക്കണം. 2 പേര്, പത്രോസും യോഹന്നാനും. ആരാണ്? കർത്താവുമായിട്ട് സ്നേഹത്താൽ ബന്ധിക്കപ്പെട്ടവർ. സ്നേഹിക്കുന്നെങ്കിൽ മറ്റാരും ചെയ്യാത്തത് നിങ്ങൾ ചെയ്യും. ആരാണ് പത്രോസ്? യേശുവിനെ സ്നേഹിച്ച വ്യക്തി. ആരാണ് യോഹന്നാൻ? യേശു സ്നേഹിച്ച വ്യക്തി. യേശുവുമായിട്ട് ആരാണോ സ്നേഹത്താൽ ബന്ധിക്കപ്പെട്ടിരുന്നത് അവർ ഓടി 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 ഓടി. ഞാൻ പതുക്കെ നടക്കാറില്ല, ഒരിക്കലും നടക്കാറില്ല. ഞാൻ ജനിച്ചത് ഒരു നിങ്ങൾക്ക് മലയാളികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും, ഒരു തോട്ടം സൂപ്രണ്ടിൻ്റെ മകനായിട്ടാണ് ഞാൻ ജനിച്ചത്. അപ്പോൾ ഞാനൊരു മടിയനായിരുന്നു. വീട്ടിൽ ജോലി ചെയ്യേണ്ട, യാതൊന്നും വേണ്ട, മടിയനായിരുന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ഞാൻ വേദപുസ്തകം പഠിച്ചു വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ആരൊക്കെ അനുഗ്രഹം പ്രാപിച്ചോ അവരെല്ലാവരും വേഗത്തിൽ നടക്കുന്നവരായിരുന്നു. അല്ല, തെറ്റിപ്പോയി എനിക്ക്. അവരെല്ലാവരും ഓടുന്നവരായിരുന്നു. 1 ശമൂവേൽ 17-ാം അധ്യായത്തിനകത്ത് 3 പ്രാവശ്യം പറയുന്നുണ്ട്, ദാവീദ് ഓടി 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 ഓടി. ഞാൻ നിങ്ങളുടെയൊക്കെ പറയുന്നു, നാമും ദൈവത്തിന് വേണ്ടി ഓടുന്നവരായിരിക്കണം. അതിനകത്ത് 2 ശിഷ്യന്മാർ ഓടി അവിടെ ചെന്നു. അവരെന്തോ ആലോചിച്ചുകൊണ്ടാണ് ഓടുന്നേ. നമ്മുടെ കർത്താവിൻ്റെ ശരീരം ആരാണ്ട് എടുത്തുകൊണ്ട് പോയി അറിയാൻ വയ്യ. യഹൂദന്മാരാണോ എടുത്തുകൊണ്ട് പോയത്, അതോ പട്ടാളക്കാരാണോ എടുത്തുകൊണ്ട് പോയത്, നമുക്ക് അറിഞ്ഞുകൂടാ. ആ പ്രീ റെക്കോർഡഡ് മെസ്സേജുമായിട്ട് അവരോട് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ കല്ലറയ്ക്കകത്തേക്ക് കയറി. അകത്തോട്ട് കയറിയപ്പോൾ അവിടെ ഒരു വലിയ തുണി, യേശുക്രിസ്തുവിൻ്റെ ശരീരം പൊതിഞ്ഞിരുന്ന ഒരു തുണി അവിടെ ഉണ്ടായിരുന്നു. ആ തുണി അവിടെ കിടപ്പുണ്ട്. ഞാൻ ആ തുണി കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി.
അതാണോ എന്ന് എനിക്കും അറിഞ്ഞുകൂടാ, സയൻറ്റിസ്റ്റുമാർക്കും അറിഞ്ഞുകൂടാ. ചിലർ പറയുന്നത് അതാണ്, ചിലർ പറയുന്നത് അതല്ല. ഷ്രൗഡ് ഓഫ് ടൂറിൻ വെബ് പേജിൽ പോയാൽ നിങ്ങൾക്ക് കാണാം. അത് കാണാനുള്ള ഭാഗ്യം എനിക്ക് കർത്താവ്. ആർക്കും അറിഞ്ഞുകൂടാ അത് തന്നെയാണോ, ഒറിജിനലാണോ ഫേക്കാണോ നമുക്കറിഞ്ഞുകൂടാ. ആ തുണി അവിടെ ഇരിപ്പുണ്ട്. അതുകൂടാതെ യേശുക്രിസ്തുവിൻ്റെ തലയിൽ വെച്ചിരുന്ന റൂമാൽ, ഒരു വലിയ തുണി. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, പലസ്തീൻ രാജ്യത്തു നിന്ന്, ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന അറബികൾ തലയിൽ വെച്ചിരിക്കുന്ന ഒരു വലിയ തുണി. ആ തുണിയും അവിടെ ഫോൾഡ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഫോൾഡ് ചെയ്തതല്ല, ഇത് ഫോൾഡ് ചെയ്തതാണ്. അവരവിടെ ചെന്നു, കണ്ടു, വിശ്വസിച്ചു. എന്തു വിശ്വസിച്ചു? അവർക്ക് വിശ്വാസമായി യേശുക്രിസ്തുവിൻ്റെ ശരീരം ആരും മോഷ്ടിച്ചു കൊണ്ട് പോയതല്ല, അവൻ്റെ ശരീരം അവൻ ഉയർത്തെഴുന്നേറ്റതാണ്. They believed, they got the good news. അവർക്ക് വലിയ സന്തോഷമായി കാണാം. നമ്മുടെ കർത്താവിൻ്റെ ശരീരം ആരും മോഷ്ടിച്ചുകൊണ്ട് പോയതല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവർ സന്തോഷത്തോടെ തിരികെ വന്നു. ഗുഡ് ന്യൂസ്. പക്ഷേ അടുത്ത ചില വാക്യങ്ങൾ എന്നെ വേദനിപ്പിക്കും. ഇതാ 10ാമത്തെ വാക്യം. അങ്ങനെ ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. This is the saddest verse I can find the whole Bible. This is the saddest Bible verse in the whole Bible I can see. എന്തുകൊണ്ടാണ് ഇത് ഏറ്റവും ദുഃഖകരമായ വാക്യമായത്? 11ാമത്തെ വാക്യം. എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. ഞാൻ അവിടെ ചെന്ന് നമ്മച്ച് എൻ്റെ ഗൈഡിൻ്റെ അടുക്കൽ യെരുശലേമിൽ വെച്ച് ചെന്ന സമയത്ത് എൻ്റെ ഗൈഡിൻ്റെ ഒക്കെ ചോദിച്ചാണ്, എവിടെയായിരിക്കാം മറിയ നിന്നത്? കൂടിപ്പോയാൽ ഒരു 100 അടി ദൂരെ, അല്ലെങ്കിൽ 200 അടി ദൂരെ, അല്ലെങ്കിൽ ഒരു 300 അടി ദൂരെ അവൾ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ശിഷ്യന്മാരെന്ത് ചെയ്തു? അവർ വീട്ടിൽ പോയി. എന്താ കാര്യം? പകുതി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ അങ്ങോട്ട് വന്ന് ബാക്കി പോയി കഴിക്കാം. They returned to their comfort zone. അവരെന്തിനാ വീട്ടിൽ പോയെ? പകുതിയെ ഉറങ്ങിയുള്ളായിരുന്നു, ഇവർ വന്ന് ശല്യപ്പെടുത്തി ബാക്കിയോട് ഉറങ്ങിക്കളയാം. വീട്ടിൽ ചെന്നിട്ട് ഒരു കട്ടൻ കാപ്പി കുടിച്ചു കളയാം. They returned to their comfort zone. അവിടെ കരയുന്ന ഒരു മറിയ ഉണ്ടായിരുന്നു. അവർ ഗുഡ് ന്യൂസുമായിട്ട് പുറത്തു വന്നിട്ട് ആ കരയുന്ന സ്ത്രീയെടുക്കെ പോയി പറഞ്ഞാൽ മതിയായിരുന്നു, യേശുക്രിസ്തുവിൻ്റെ ശരീരം ആരും മോഷ്ടിച്ചുകൊണ്ട് പോയതല്ല മറിയേ, യേശുക്രിസ്തുവിൻ്റെ ശരീരം ആരും കട്ടുകൊണ്ട് പോയിട്ടില്ല, പിന്നെയും അവൻ ഉയർത്തെഴുന്നേറ്റു. അവരത് പറഞ്ഞിരുന്നെങ്കിൽ അവൾ നൃത്തം ചെയ്യുമായിരുന്നു. They had the good news to make her happy. They had the good news to make her rejoice. But they kept it to themselves. ആ സന്തോഷ വാർത്ത ആരോടും പറഞ്ഞില്ല. ഇതാ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഈ വർഷം ഏതെങ്കിലും കരയുന്ന ഒരു മറിയോട് ഈ സന്തോഷ വാർത്ത പറഞ്ഞു? നമ്മുടെ കർത്താവ് ജീവിച്ചിരിക്കുന്നു. പള്ളിക്കകത്ത് വന്ന് പറഞ്ഞോ എന്നല്ല എൻ്റെ ചോദ്യം. നിങ്ങളുടെ അടുക്കൽ കരയുന്ന ഒരു മറിയുണ്ട്, ഒരു ദുർനടപ്പുകാരിയായ ഒരു മറിയുണ്ട്, ഒരു തമിഴ് മറിയുണ്ട്, ഒരു കന്നഡ മറിയുണ്ട്, ഒരു ആന്ധ്രക്കാരി മറിയുണ്ട്, ഒരു ഒറീഷക്കാരൻ മറിയുണ്ട്, ആരാണ്ടൊക്കെ ഒരു മറിയ, ഒരു ചാക്കോ, ഒരു തോമസ്, ഒരു യോഹന്നാൻ, ഒരു സദാശിവൻ, ഒരു ബ്രാഹ്മണൻ, ഒരു മുസ്ലിം അവിടെ ഉണ്ട്. ആരെങ്കിലും പോയി പറഞ്ഞു? ഞാൻ ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ആര് പറയും? എനിക്കറിയാൻ വയ്യാത്തൊരു കാര്യമാണ്. നമ്മളെല്ലാവരും അഭിമാനം കൊള്ളുന്നതാണ്. തോമാസ് ശ്ലീഹ 2000 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ വന്നു, അന്നേരം കുറേ ബ്രാഹ്മണന്മാരെ സ്ഥാനപ്പെടുത്തി. എൻ്റെ വല്യപ്പച്ചനും ബ്രാഹ്മണനായിരുന്നു. ആയിരിക്കാം. ഇപ്പോൾ പൂണൂലരയിലുണ്ടല്ലോ. ഞാൻ ഇച്ചിരി കുത്തുവാക്ക് പറഞ്ഞെന്ന് വരും, പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നോവിക്കാൻ പറയുകയാണ്, അത് നിങ്ങളുടെ നന്മയ്ക്കാണ്. ഞാൻ ചോദിക്കുകയാണ്, ഈ വർഷത്തിൽ നിങ്ങൾ എത്ര പേരുടെ സുവിശേഷം പറഞ്ഞു? എന്തുകൊണ്ട് പറഞ്ഞില്ല? നാം പോയി പറഞ്ഞില്ലെങ്കിൽ ആര് പറയും? കേരളത്തിലെ നല്ല ഒരു ഓർത്തഡോക്സ് കുടുംബത്തിൽ ജനിക്കാനുള്ള ഭാഗ്യം എനിക്ക് തന്നു. എൻ്റെ കുടുംബം അസാധാരണമായ ഒരു കുടുംബമാണ്. അറിയാവുന്നവരാരും ഇവിടെ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അസാധാരണമായ മാന്യനായ ഭക്തനായ ഒരു ഓർത്തഡോക്സുകാരൻ. എൻ്റെ ജീവചരിത്രം പുറകിൽ കാണും. ക്രിസ്തുവിന് വേണ്ടി ഹിമാലയ സാനുക്കളിൽ നിങ്ങൾ അത് എന്തെങ്കിലും ഇഷ്ടമുള്ള രൂപ, 5 രൂപ, 2 രൂപ, 10 രൂപ എന്ത് വേണേലും കൊടുത്തിട്ട് വാങ്ങിച്ചിട്ട് പോയാട്ടെ. പക്ഷേ എൻ്റെ പള്ളിക്കാർ, ഞാൻ യാക്കോബ സഭയെ ഓർത്തഡോക്സ് സഭയെ കുറ്റം പറയുകയല്ല, ഒരിക്കലും ഞങ്ങളുടെയൊക്കെ പറഞ്ഞില്ല ഈ സുവിശേഷം ആരോടെങ്കിലും പറയണമെന്ന്. ഞാൻ 15ാമത്തെ വയസ്സിൽ പള്ളി വിട്ടു, കോളേജിൽ പോയി എൻജിനീയറിങ്ങിന് പഠിക്കാൻ. എൻ്റെ പപ്പ രൂപ കൊടുത്ത് വാങ്ങിച്ച സീറ്റാണ്, ബുദ്ധി കൊണ്ട് കിട്ടിയതല്ല. അവിടുന്ന് ഞാൻ ഒളിച്ചോടി ബോംബെ പോയപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ ബോംബെ എന്തെങ്കിലും ജോലി കിട്ടും. പക്ഷേ എന്തോ കിട്ടാനാ, 10ാം ക്ലാസ് പഠിച്ചവന് എന്ത് ജോലി കിട്ടും? അതുകൊണ്ട് ഞാൻ അവിടുന്ന് പട്ടാളത്തിൽ ചേർന്നു. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു പറച്ചിലുണ്ട്, പോക്കില്ലെങ്കിൽ പോയി പട്ടാളത്തിൽ ചേരലാണ്. അതെൻ്റെ അനുഭവമായി. പട്ടാളം മോശമാണെന്നല്ല ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലെ ഒരു പറച്ചിൽ പറഞ്ഞാൽ. പട്ടാളം എനിക്ക് ഒത്തിരി ദുസ്വഭാവങ്ങൾ തന്നു.
ഞാൻ ഒരു ദിവസം 120 ചാർമിനാർ സിഗരറ്റ് വലിക്കുമായിരുന്നു, ഒരു കുറഞ്ഞത്, വല്ലപ്പോഴും അല്ല, കുറഞ്ഞത്. രാവിലെ മുതൽ രാത്രി വരെ ഞാൻ കള്ളു കുടിക്കുമായിരുന്നു, മദ്യപിക്കുമായിരുന്നു, പട്ടാളത്തിലെ റം കുടിക്കുമായിരുന്നു. ഇതിനൊക്കെ പൈസ വേണം, എവിടെ നിന്ന് കിട്ടാൻ? ഞാൻ വെറും പട്ടാളക്കാരൻ, ഓഫീസറൊന്നുമല്ല. അപ്പം അതിനുവേണ്ടി ഞാൻ പട്ടാളത്തിലെ സാധനങ്ങളൊക്കെ മോഷ്ടിച്ച് വിൽക്കുമായിരുന്നു. അങ്ങനെ ഞാനൊരു കള്ളനായി. മോഷ്ടിച്ചാൽ കള്ളനായി. ഒരാൾ കള്ളനാകണമെങ്കിൽ എത്ര പ്രാവശ്യം മോഷ്ടിക്കണം? ഒരു പ്രാവശ്യം, 1000 പ്രാവശ്യം. രണ്ടാമതൊരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ, പിണങ്ങല്ലേ? തങ്കക്കുടമേ പിണങ്ങല്ലേ? നിങ്ങൾ മോഷ്ടിക്കാറുണ്ടോ? കറണ്ട് മോഷ്ടിക്കാറുണ്ടോ? ഓഫീസിൽ നിന്ന് കടലാസ് മോഷ്ടിക്കാറുണ്ടോ? ഓഫീസിലെ പേന പെൻസിൽ മോഷ്ടിക്കാറുണ്ടോ? മോഷ്ടിക്കുന്ന നിങ്ങൾ കള്ളനാണ്. ഒരു ഫലിതം പറയട്ടെ. ഒരിടത്തൊരു കൊച്ചൻ ക്ലാസ്സിൽ പഠിക്കായിരുന്നു, 3ാം ക്ലാസ്സിൽ. അവൻ്റെ സാറ് കണ്ടു അവൻ അടുത്തിരിക്കുന്ന പിള്ളേരുടെ എല്ലാം പെൻസിൽ മോഷ്ടിക്കും. അവൻ്റെ ഡയറിക്കകത്ത് എഴുതി കൊടുത്തയച്ചു, അച്ഛൻ കുഞ്ഞു സാർ ഇവിടെ വരെ വരണം. അവൻ്റെ അപ്പൻ എഴുതി കൊടുത്തതാണ്. സാറിനറിയാം, സാർ ഇവിടെ വരെ വരണം, എനിക്ക് സംസാരിക്കാനുണ്ട്. അച്ഛൻ കുഞ്ഞു സാറ് കളക്ടറേറ്റ് ജോലി ചെയ്യുക. അടുത്ത ദിവസം അവധി എടുത്തുകൊണ്ട് അവിടെ ചെന്നു. സാറ് പറഞ്ഞു, അച്ഛൻ കുഞ്ഞു സാറേ, സാറ് മാന്യനാണ്, സാർ ആ പള്ളിയിലെ വേദപുസ്തകം വായിക്കുന്നത് അത് ഞങ്ങൾക്കറിയാം, ബൈബിൾ റീഡിങ് സാറാ ചെയ്യുന്നത് ഞങ്ങൾക്കറിയാം. പക്ഷേ സാറിൻ്റെ മോൻ പള്ളിക്കൂടത്തിലെ അടുത്തിരിക്കുന്ന പിള്ളേരുടെ പെൻസിൽ മോഷ്ടിക്കും. അച്ഛൻ കുഞ്ഞു സാറിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാഞ്ഞത് ഉപകാരമായി. അച്ഛൻ കുഞ്ഞു സാർ പറഞ്ഞു, അയ്യോ, അവന് അടുത്തിരിക്കുന്ന പിള്ളേരുടെ പെൻസിൽ മോഷ്ടിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? എൻ്റെ അടുക്ക പറഞ്ഞാൽ പോരായിരുന്നു, ഞാൻ ഓഫീസിൽ നിന്ന് കൊണ്ട് കൊടുക്കത്തില്ലായിരുന്നു. ജയ്ഷ ബാബ് വൈസെ ബെച്ച് തഥാമാ. നിങ്ങൾ മോഷ്ടിക്കാറുണ്ട്? ഞാൻ കള്ളനായിരുന്നു, ഞാൻ കള്ളുകുടിയനായിരുന്നു, ഞാൻ സിഗരറ്റ് വലിക്കാരനായിരുന്നു, ഞാൻ പന്നച്ചെറുക്കനായിരുന്നു. ഞങ്ങളുടെ പട്ടാളത്തിൽ 2000 പേരുണ്ടായിരുന്നു പട്ടാളക്കാർ. അതിനകത്ത് ഏറ്റവും വൃത്തികെട്ട 10 പേരിൽ ഒരാൾ ഞാനായിരുന്നു. ഒരു മർത്തമാക്കാരിയെ കെട്ടാൻ ഇടയായി. എനിക്കിഷ്ടമുണ്ടായിട്ട് കെട്ടിയതല്ല, എൻ്റെ അമ്മച്ചി പറഞ്ഞുകൊണ്ട് കെട്ടിയതാണ്. എനിക്കിഷ്ടപ്പെട്ടു ഒന്നുമില്ല, അവളിവിടെ വന്നിട്ടില്ലാത്തതുകൊണ്ടുള്ള സത്യം പറയാം. എനിക്കിഷ്ടപ്പെട്ടതേ ഇല്ല. എങ്കിലും അമ്മച്ചി പറഞ്ഞുകൊണ്ട് ഞാൻ കെട്ടി. കാശ്മീരിൽ കൊണ്ടുപോയി അവിടെ താമസിക്കുന്ന സമയത്ത് ഒരു ദിവസം എൻ്റെ ഭാര്യ പറഞ്ഞു, ഒരു മുസ്ലിം കൺവേർട്ട് പാകിസ്ഥാനിൽ നിന്നിവിടെ വന്നിട്ടുണ്ട്, ജോർദാൻ ഖാൻ, പ്രസംഗിക്കാൻ സാമുൽ സാറിനറിയാം. തോമസ് സാമുൽ എൻ്റെ ആത്മീയ ഒരു വിധത്തിൽ ഗുരുവാണ്. അതുകൊണ്ട് അദ്ദേഹം വന്ന് പ്രസംഗിക്കുമ്പോൾ ഞാൻ ആ പ്രസംഗം കേൾക്കാൻ പോയി. തിരിച്ചു പോകുമ്പോൾ പട്ടാളത്തിലെ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് ഞാൻ യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചു, യേശുവേ, നീ എൻ്റെ ദൈവം, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. ഒരു മുസ്ലിമിനെ രക്ഷിക്കാൻ നിനക്ക് കൃപ തോന്നിയെങ്കിൽ, ഒന്നും അല്ലെങ്കിൽ മാമോദീസ വെള്ളം വീണ എന്നെ നീ രക്ഷിക്കാതെ ഇരിക്കുമോ? ഞാൻ യേശുവിനോട് പ്രാർത്ഥിച്ചു, യേശുവേ, ഞാൻ പാപിയാണ്, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, ഇന്നു മുതൽ നീ എൻ്റെ ദൈവം, ഞാൻ നിനക്കായിട്ട് ജീവിക്കാം. ഞാൻ അങ്ങനെ യേശുവിനെ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതം അപ്പാടെ മാറി. എൻ്റെ ചരിത്രങ്ങളെല്ലാം ഭയങ്കര അത്ഭുതമാണ്, അവിശ്വസനീയമാണ്. എൻ്റെ പാപ സ്വഭാവങ്ങളെല്ലാം ടക്ക് ടക്കെന്ന ചെയിനുകളെല്ലാം പൊട്ടി. തിരിച്ച് വീട്ടിൽ പോയി ഞാനും എൻ്റെ ഭാര്യയും കൂടി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഇത് ആരോടെങ്കിലും ഒന്ന് പറയണം. ഞാൻ എൻ്റെ അടുത്ത വീട്ടിൽ മണിമേലക്കാരൻ കുഞ്ഞിരാമൻ എന്ന് പറയുന്ന ഒരു പട്ടാളക്കാരനുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒക്കെ പോയി പറഞ്ഞു. രാവിലെ പോയിട്ട് റോഡിൽ നിന്നുകൊണ്ട് പറഞ്ഞു. അതിനടുത്ത ദിവസം ഞാൻ പട്ടാള ക്യാമ്പിൽ ചെന്നിട്ട് അവിടെ നിന്നുകൊണ്ട് ഞാൻ യേശുവിനെ പറ്റി എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു. അറിഞ്ഞു, പറഞ്ഞു. നിങ്ങളെന്നാ പറഞ്ഞേ? ഞാൻ നിങ്ങളെ കുറ്റം വിധിക്കാൻ വന്നതല്ല, പക്ഷേ ഞാൻ എൻകറേജ് ചെയ്യാമെന്നാണ്. ഇതുവരെ പറഞ്ഞില്ലെങ്കിൽ ഇന്ന് തൊട്ട് പറയാൻ ശ്രമിക്കണം. ഒരു പുസ്തകം കൊടുക്കണം, ഒരു സിനിമയുടെ CD കൊടുക്കണം, ഒരു പ്രസംഗത്തിൻ്റെ CD കൊടുക്കണം. എന്നിട്ട് പറയണം, യേശു ക്രിസ്തു എന്നെ രക്ഷിച്ചു, നിന്നെയും രക്ഷിക്കുക. എൻ്റെ ആളോട് ചോദിച്ചാൽ, അടുത്ത കുഞ്ഞിരാമൻ്റെ ഒക്കെ പോയി നീ എന്തോ പറഞ്ഞു? ഞാൻ 4 കാര്യം പറഞ്ഞു. 1, ഞാൻ പാപിയായിരുന്നു. 2, ഞാൻ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടി, ഞാൻ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. 3, യേശു ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ വന്നപ്പോൾ ഞാനൊരു ദൈവവേദലായി തീർന്നു. 4, എനിക്ക് യേശു ചെയ്തതുപോലെ നിനക്കും ചെയ്യുവാൻ കഴിയും. അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരാഗ്രഹം. ഞാൻ ഒരു ദിവസം എൻ്റെ ഭാര്യയും കൊണ്ട് ഇങ്ങനെ നടക്കാൻ പോയി. കാശ്മീരിലെ പർവ്വതങ്ങളിലൂടെ നടക്കാൻ പോയി. ഞാൻ അവിടെ ചെന്നിരുന്ന ഒരു ദിവസം ഇരുന്നു, ഒരു പാറയിലിരുന്നു. പാറയിലിരുന്ന് ഞങ്ങളുടെ കൂടെ പാട്ട് പാടി, 2 പാട്ട് പാടി. എനിക്ക് പാട്ടുകളൊന്നും അറിയത്തില്ല. എൻ്റെ ഭാര്യ മർത്തോമായിലെ യൂത്ത് ക്യാമ്പിനൊക്കെ പോകുന്നത് കൊണ്ട് ഇംഗ്ലീഷ് പാട്ടുകളൊക്കെ അറിയാം. ഞങ്ങൾ 2 പാട്ട് പാടി. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ കൊച്ചു പ്രാർത്ഥന, ലില്ലിയുടെ നീണ്ട പ്രാർത്ഥന. ലില്ലി
പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ണു തുറന്ന് ദൈവത്തെ ആരാധിച്ചു. കണ്ണടച്ച് ആരാധിക്കാം, കണ്ണു തുറന്ന് ആരാധിക്കാം. ഞാൻ ആരാധിക്കുന്ന സമയത്ത് അങ്ങ് ദൂരെയുള്ള കാശ്മീരിലെ ഒരു പർവ്വതത്തിൽ ഒരു തീ കണ്ടു. അടുത്ത പർവ്വതത്തിൽ വേറൊരു തീ, ഒരു തീ, 2, 3, 10, 20, 30, 40, 50, 60, 70 തീനാളങ്ങൾ ഞാൻ കണ്ടു. അവിടെയൊക്കെ ആളുകൾ താമസമുണ്ട്, ഇടുക്കിയിലെ പോലെ. ഞാൻ ആ തീനാളങ്ങൾ കണ്ടപ്പോൾ അവിടെ ആളുകൾ താമസമുണ്ട്. അവർ പകൽ നമുക്ക് കാണാൻ സാധ്യമല്ല, എന്നാൽ രാത്രി സമയത്ത് അവർ ആഹാരം ഉണ്ടാക്കുമ്പോൾ മഴയില്ല എങ്കിൽ മുറ്റത്താണ് ആഹാരം ഉണ്ടാക്കുന്നത്. ഞാൻ ആ തീനാളങ്ങൾ കാണുകയായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിച്ചു. വർഗീസേ, അവിടെ ആത്മാക്കളുണ്ട്, അവിടെ ആളുകളുണ്ട്, അവർ യേശുവിനെ പറ്റി കേട്ടിട്ടില്ല. അടുത്ത ആഴ്ച ഞാൻ എൻ്റെ ഭാര്യയുടെയൊക്കെ പറഞ്ഞു, ലില്ലി തൻ്റെ പ്രാർത്ഥന നിർത്തിയാട്ടെ, അവിടെയെല്ലാം ആളുകളുണ്ട്. ലില്ലി പറഞ്ഞു, നമുക്കതറിയാം. ഞാൻ പറഞ്ഞു, ലില്ലി, അടുത്ത ആഴ്ച നാം ക്രിസ്മസ് ആഘോഷിക്കാൻ പോവുകയാണ്, പക്ഷേ അവിടെ താമസിക്കുന്നവരാരും യേശുവിനെ പറ്റി കേട്ടിട്ടില്ല. ലില്ലി ചോദിച്ചു, അവരെങ്ങനെ കേൾക്കും? ആരാണ് ഈ 1ാമത്തെ പർവ്വതം, 2ാമത്തെ പർവ്വതം, 3ാമത്തെ പർവ്വതം, ആര് കയറിപ്പോകും? ഞാൻ പറഞ്ഞു, എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, ഞാൻ പോകട്ടെ. ലില്ലി ഭയന്നു പോയി. ലില്ലി പറഞ്ഞു, വേണ്ട, അവിടെ പോയാൽ ആരെങ്കിലും തല്ലിക്കൊല്ലും. നമ്മൾ അച്ചായൻ ഇപ്പോഴേ സുവിശേഷ വേല ചെയ്യുക. പട്ടാള ക്യാമ്പിൽ, പട്ടാളത്തിൻ്റെ ആശുപത്രിയിൽ, സിവിൽ ആശുപത്രിയിൽ, ഗ്രാമങ്ങൾ തോറും അച്ചായൻ പോയി സുവിശേഷ വേല ചെയ്യുകയാണ്. ഞാനൊരു അധ്യാപികയാണ്. എനിക്ക് അധ്യാപികയോടൊപ്പം തന്നെ എൻ്റെ കുഞ്ഞുങ്ങളോട് സുവിശേഷം പറയുവാൻ കഴിയും. ലില്ലി ഇംഗ്ലീഷിലാണ് എൻ്റെ ചോദിച്ചത്. എനിക്കന്ന് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ, എങ്കിലും അവരുടെ വീട്ടിൽ ലില്ലിയും ലില്ലിയുടെ ആങ്ങളെയും കൂടി ഇംഗ്ലീഷ് സംസാരിക്കുന്ന കാരണം ലില്ലിക്ക് ഇംഗ്ലീഷ് അറിയാം. ലില്ലി എൻ്റെ ചോദിച്ചു, ലെറ്റ് us be missionaries without becoming missionaries. ഞാൻ ചോദിച്ചു, പക്ഷേ ആ ആളുകൾ എങ്ങനെ യേശുവിനെ പറ്റി കേൾക്കും? ഞാൻ പറഞ്ഞു, ലില്ലി, ലോകം കഴിഞ്ഞ 2000 വർഷമായിട്ട് സുവിശേഷം പ്രസംഗിക്കുകയാണ്. ലോകം ക്രിസ്ത്യാനികൾ ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. എന്നിട്ടും അവിടെയുള്ള മനുഷ്യർ ഇന്ന് വരെ ക്രിസ്മസ് എന്നൊരു വാക്കൊരിക്കലും കേട്ടിട്ടില്ല. ഞാൻ ചോദിച്ചു, ലില്ലി, അവരെത്ര നൂറ്റാണ്ടുകൂടെ കാത്തിരിക്കണം യേശു എന്നൊരു വാക്ക് കേൾക്കാൻ, ക്രിസ്മസ് എന്നൊരു വാക്ക് കേൾക്കാൻ? ഞാൻ ലില്ലിയുടെ കൈ എടുത്തിട്ട് ഞാൻ ഞെക്കുകയായിരുന്നു. ലില്ലി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അതെ, അവർക്കും അവകാശമുണ്ട് യേശുവിനെ പറ്റി കേൾക്കാൻ. അച്ചായൻ പോയാൽ ഞാനും കൂടെ വരാം. ആ തീനാളങ്ങളെ നോക്കിക്കൊണ്ട് 1971 നവംബർ മാസം 1971 ഡിസംബർ മാസം ഞാനും ലില്ലിയും കൂടെ തീരുമാനിച്ചു, ഞങ്ങളുടെ ജോലി കളഞ്ഞും വെച്ച് ഞങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് സുവിശേഷം കേട്ടിട്ടില്ലാത്തവരുടെ ഇടയിൽ പോയി സുവിശേഷം പറയും. റീച്ച് ദ അൺറീച്ച്ഡ് അറ്റ് എനി കോസ്റ്റ്. ഞാൻ എൻ്റെ ജോലി വിട്ടു, ലില്ലി തൻ്റെ ജോലി വിട്ടു. ഞങ്ങൾക്കുണ്ടായിരുന്ന സ്വത്തെല്ലാം ഞങ്ങൾ വിവിധ ക്രിസ്തീയ സംഘടനകൾ കൊടുത്തതിന് ശേഷം പോയി. ഇനിയാണ് കഥ തുടങ്ങുന്നത്. ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട്. ദാരിദ്ര്യം എന്താണെന്ന് എനിക്കറിയാം, നഗ്നത എന്താണെന്ന് എനിക്കറിയാം. നഗ്നത എനിക്കറിയാം, തുണിയില്ലാത്ത കാര്യമല്ല, നഗ്നത എനിക്കറിയാം. കഥകൾ പറയാൻ സമയമില്ല. ചൂട് എനിക്കറിയാം. അവിടെ ടെമ്പറേച്ചർ 46 ഡിഗ്രി ആവും. 3 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്കൊരു ഫാൻ ഉണ്ടായത്. എനിക്ക് ദാരിദ്ര്യം എന്താണെന്ന് നല്ലതുപോലെ അറിയാം. എൻ്റെ മകൻ, മൂത്ത മകൻ, 10 മാസമുള്ള കുഞ്ഞ്, ആഹാരമില്ലാഞ്ഞിട്ട് 3 പ്രാവശ്യം ബോധം കെട്ടു വീഴുന്നത് ഞാൻ കണ്ടു. ദാരിദ്ര്യം എനിക്ക് നല്ലതുപോലെ അറിയാം. എന്നാൽ അതിൻ്റെ മറുവശം കേട്ടാട്ടെ. 6ാമത്തെ മാസത്തിൽ 18 പേര് സ്നാനപ്പെട്ടു. 7ാമത്തെ മാസത്തിൽ 18 പേര് സ്നാനപ്പെട്ടു. 8ാമത്തെ മാസത്തിൽ 18 പേര് സ്നാനപ്പെട്ടു. 9ാമത്തെ മാസത്തിൽ 76 പേര് സ്നാനപ്പെട്ടു. തോമസ് സാമുവൽ സാറോടെ വന്ന് കണ്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു, വന്നാട്ടെ, കണ്ടാട്ടെ. കട്ര സഭ എന്ന് പറയുന്നത് അവിടെ ഒരു സഭയുണ്ടാകാൻ കാര്യം എന്താണെന്നറിയാമോ? ഞാൻ പോയി. ഞാൻ നിങ്ങളൊക്കെ ചോദിക്കുകയാണ്, എൻ്റെ ചോദ്യങ്ങൾ ഡിസ്റ്റർബ് ചെയ്യുന്നതാണ്. നിങ്ങൾ എന്നാണ് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചത്, കർത്താവേ എൻ്റെ ഒരു കുഞ്ഞ് സുവിശേഷ വേലക്കാരനായി തീരണമേ? നമ്മൾ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കത്തില്ലേ, കർത്താവേ എൻ്റെ കുഞ്ഞിനെ MBBS അഡ്മിഷൻ കിട്ടണമേ? നല്ല കാര്യം. എൻ്റെ കർത്താവേ എൻ്റെ കുഞ്ഞിന് BSc നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടണമേ? നല്ല കാര്യം. പക്ഷേ അതുപോലെ ആത്മാർത്ഥതയോടെ, തീക്ഷ്ണതയോടെ എന്തെങ്കിലും പ്രാർത്ഥിച്ചോ, കർത്താവേ എൻ്റെ ഒരു കുഞ്ഞ് സുവിശേഷ വേലക്കാരനായി തീരട്ടെ? വേക്കൻസിയുള്ള ഒരൊറ്റ ജോലിയേ ഉള്ളൂ, സുവിശേഷ വേല. പട്ടക്കാരൻ. ഒത്തിരി പട്ടക്കാർക്ക് 3, 4, 5 സഭകളാണ്. എന്താ കാര്യം? എനിക്കറിയാം. ഇടുക്കിയിൽ, ഞങ്ങളുടെ നാട്ടിൽ, ഞാൻ പർവ്വതവാസിയാണ്. അവിടെയൊക്കെ 3, 4 സഭകളാണ് ഒരു അച്ഛനുള്ളത്. എന്താ കാര്യം? അതിന് മാത്രം ആളില്ല. ഗൾഫിൽ പോകാൻ BSc നഴ്സിംഗിന് 3, 4 ലക്ഷം രൂപ കൊടുത്തിട്ട് അഡ്മിഷൻ വാങ്ങിക്കുന്നത്. MBBS പോകാൻ 40 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് പോകുന്നത്. എന്തുകൊണ്ട് നമ്മുടെ ഒരു കുഞ്ഞിനെ സുവിശേഷം വിളിക്കാൻ? അവർ കേൾക്കണ്ടായോ സുവിശേഷം? ഞാൻ നിങ്ങൾക്ക് ചോദിക്കാൻ ഒരു കേൾക്കണ്ടായോ? ഇതാ പത്രോസും യോഹന്നാനും 2 അപ്പോസ്തലന്മാർ, അവർ 2 പേരും വീട്ടിൽ പോയി. അവിടെ ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് നിന്നിട്ടും അവരുടെ അടുക്കൽ വരെ പോകാൻ 300 അടി അപ്പുറത്തോട്ട് പോയിട്ട് കരയുന്ന ഒരു സ്ത്രീയോട് കരയണ്ട, നമ്മുടെ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു പറയുവാൻ അവർ പരാജയപ്പെട്ടു. നാം പരാജയപ്പെടരുത്, നമ്മൾ പോകണം. നമ്മുടെ ഒരു കുഞ്ഞിനെയെങ്കിലും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കണം. എൻ്റെ ഭാര്യ ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ
ഞാൻ ലില്ലിയുടെ വയറ്റിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ കുഞ്ഞ് നിൻ്റെ വേലക്കാരനായിരിക്കട്ടെ, ആണായാലും പെണ്ണായാലും നിൻ്റെ വേലക്കാരനായിരിക്കട്ടെ. രണ്ടാമത്തേനും പ്രാർത്ഥിച്ചു, മൂന്നാമത്തേനും പ്രാർത്ഥിച്ചു, നാലാമത്തേനും പ്രാർത്ഥിച്ചു, അഞ്ചാമത്തേനും പ്രാർത്ഥിച്ചു. ദൈവം ഞങ്ങൾക്ക് 5 കുഞ്ഞുങ്ങളെ തന്നിട്ട് 4 പേര് ഉപദേശിമാരായി. ഞാൻ നിങ്ങളുടെയൊക്കെ പറയുന്നില്ല, ഞാൻ കാണിച്ചതുപോലെ നിങ്ങളൊരു വിരളി കാണിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങളുടെ ഒരു കുഞ്ഞിനെ കർത്താവിന് വേണ്ടി കൊടുക്കണ്ടായോ? നിങ്ങളുടെ അടുത്ത വീട്ടിൽ പോയി നിങ്ങൾ സുവിശേഷം പറയണ്ടായോ? നാം പോയില്ല എങ്കിൽ ആര് പോകും? നാം പോകണം. രണ്ടാമത്തെ സന്ദേശം, 7 സന്ദേശങ്ങൾ യേശുവിൻ്റെ തിരുമായി മൊഴിഞ്ഞ് ഇതിനകത്ത് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ തിരിച്ചു പറയട്ടെ, തെറ്റിപ്പോയി എനിക്ക്. ഒരെണ്ണം അവൻ ആംഗ്യം കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. 2 പിന്നെയുള്ള 6 വാക്യങ്ങൾ തൻ്റെ തിരുവായി മൊഴിഞ്ഞ് സംസാരിച്ചിട്ടുണ്ട്, ആംഗ്യം കൊണ്ട് പറഞ്ഞതാണ്. ഏതാണ്? ഈ തുണിക്കകത്ത് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ഒരു സന്ദേശം വിളിച്ചിരുന്നു. രണ്ടാമത്തെ സന്ദേശം 15-ാമത്തെ വാക്യം. യേശു അവളോട്, സ്ത്രീയെ, നീ കരയുന്നതെന്ത്? ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുറച്ച് പേര് ശ്രദ്ധിച്ചു കാണും. ഉണ്ട്, എനിക്കറിയാം. അച്ഛന്മാരുണ്ട്, നിങ്ങൾ വേറെ വേദപുസ്തകം കാര്യമായി പഠിക്കുന്നവരുണ്ട്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിന് ശേഷം ആദ്യം പറഞ്ഞ വാചകം എന്താണ്? യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിന് ശേഷം ഹല്ലേലൂയ എന്നല്ല പറഞ്ഞത്. യേശുക്രിസ്തു ഈ സ്ത്രീകളെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ സ്ത്രീകളുടെ കയ്യിൽ മരുന്നുണ്ടായിരുന്നു. 100 പൗണ്ടോളം മരുന്നുണ്ടായിരുന്നു. 100 പൗണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 40 കിലോ എണ്ണയുണ്ടായിരുന്നു, മരുന്നുകളുണ്ടായിരുന്നു. അവരെ കണ്ടു കഴിഞ്ഞുണ്ടെങ്കിൽ ആ സ്തോത്ര കാഴ്ചയ്ക്ക് താങ്ക് യു പറഞ്ഞില്ല. അവരുടെ വസ്ത്രം നോക്കേണ്ട നല്ല സാരിയാണോ എന്ന് പറഞ്ഞില്ല. അയ്യോ, അവർ ഓടിയതാ, ഇങ്ങോട്ടോടി അങ്ങോട്ടോടി പിന്നെ ഓടി 3 പ്രാവശ്യം മാത്രം. ഞാൻ ആ പർവ്വതത്തിൽ കയറാൻ നോക്കിയിട്ടുണ്ട്. ഞാൻ പലയിടത്ത് 2-3 ഞാൻ ഒത്തിരി വളരെ ഹാർഡ് വർക്ക് ചെയ്യണം. ദൈവം എനിക്ക് നല്ലൊരു ശരീരം തന്നിട്ടുണ്ട്. എനിക്ക് 74 വയസ്സുണ്ട്. പക്ഷേ എനിക്ക് വളരെ വേഗത്തിൽ നടക്കാനൊക്കെ, വളരെ വേഗത്തിൽ ഓടാനൊക്കെ. എന്നിട്ട് ഞാൻ കഷ്ടപ്പെട്ടിട്ട് 3 പ്രാവശ്യം നിന്നിട്ടാണ് ഞാൻ ആ പർവ്വതത്തിൽ കയറിപ്പോയത്. അത്രയ്ക്ക് പ്രയാസമായിരുന്നു. അവിടെ ആ സ്ത്രീകൾ ഓടി, തിരിച്ച് ഓടി, എന്നിട്ട് വീണ്ടും ഓടി. യേശു പറഞ്ഞില്ല, അയ്യോ നിൻ്റെ സാക്രിഫൈസ് എത്ര വലുതാടി മോൾ. ഇല്ല, അവൻ ആദ്യം പറഞ്ഞ വാചകം എന്താണ്? സ്ത്രീയെ, നീ കരയുന്നുണ്ട്. ഇനി പറയുന്നത് കേട്ടോ, സഹോദരന്മാർ കേൾക്കണം. യേശു ആദ്യം കണ്ടത് അവരുടെ സ്തോത്രകാഴ്ചയല്ല. യേശു ആദ്യം കണ്ടത് അവരുടെ സാക്രിഫിഷ്യൽ ലൈഫല്ല. പിന്നെ എന്താണ് കണ്ടത്? കരയുന്ന സ്ത്രീയുടെ കണ്ണുനീർ. എനിക്കൊരു നല്ല കാര്യം അറിയാം. ഇന്നും യേശുക്രിസ്തു കേരളത്തിൽ വന്നാൽ, ഇന്നും യേശുക്രിസ്തു ചെന്നൈയിലോ ബാംഗ്ലൂരിലോ ഹൈദരാബാദിലോ ഡൽഹിയിലോ പാരീസിലോ ലണ്ടനിലോ വേറൊരു രാജ്യത്തോ ചെന്ന് കഴിഞ്ഞാൽ അവൻ ആദ്യം കാണുന്നത് കരയുന്ന സ്ത്രീയുടെ കണ്ണുനീരായിരിക്കും. കാരണം ഇന്നും സ്ത്രീകൾ കരയുകയാണ്. പത്രം എടുത്ത് നോക്കിയാട്ടെ, എത്രയോ വാർത്തകളുണ്ട് സ്ത്രീകൾ കരയുന്നത്. എന്താ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഞാൻ ഈ പുസ്തകം എഴുതുന്ന സമയത്ത് എൻ്റെ അസാധാരണ പുസ്തകമാണ്. ഞാൻ ഇത് വിൽക്കാൻ പറയുക അല്ല കേട്ടോ, നിങ്ങളുടെ അനുഗ്രഹത്തിന് പറയുക. ഈ CD വാങ്ങിക്കുക. യേശുക്രിസ്തു ആദ്യം കണ്ടത് അവളുടെ കണ്ണുനീരായിരുന്നു. ഞാനിത് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു തീരുമാനമെടുത്തു. എൻ്റെ വീട്ടിൽ ഞാൻ കാരണം എൻ്റെ ഭാര്യ കരയാൻ ഞാൻ അനുവദിക്കത്തില്ല. ഞാൻ കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ പെൺമക്കൾ കരയാൻ അനുവദിക്കത്തില്ല. എൻ്റെ വീട്ടിൽ ഞാൻ കാരണം എൻ്റെ മരുമക്കൾ കരയാൻ അനുവദിക്കത്തില്ല. എൻ്റെ ഓഫീസിൽ ഒരു സ്ത്രീ ഞാൻ കാരണം കരയാൻ അനുവദിക്കത്തില്ല. എൻ്റെ അയൽക്കാരിൽ ഒരു സ്ത്രീ കരയാൻ ഞാൻ അനുവദിക്കത്തില്ല. കാരണം യേശു കാണുന്നത് അവളുടെ കണ്ണുനീരാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ ഭാര്യമാർ കരയാൻ അനുവദിക്കരുത്. അമ്മച്ചിമാരെ, നിങ്ങളുടെ മരുമക്കൾ കരയാൻ അനുവദിക്കരുത്. നിങ്ങളുടെ പെൺമക്കൾ കരയുവാൻ അനുവദിക്കരുത്. യേശു ആദ്യം പറഞ്ഞ വാചകം എന്താണ്? സ്ത്രീയെ, നീ കരയുന്നത് എന്താ? സ്ത്രീയെ വളരെ ബഹുമാനത്തോടെ പറഞ്ഞ കാര്യമാണ് കേട്ടോ. സ്ത്രീകളെ ബഹുമാനിക്കാൻ നാം പഠിക്കണം, കാര്യമായിട്ട് പഠിക്കണം. ഇന്നുള്ളത് പോരാ എന്നുള്ള അഭിപ്രായത്തിലാണ് ഞാൻ. ബഹുമാനിക്കുന്നുണ്ട്, പക്ഷേ അത് പോരാ. ഞങ്ങളുടെ നാട്ടിൽ ആളുകൾ ഒത്തിരി പേരും വളരെ ബഹുമാനത്തോട് ഭാര്യയെ വിളിക്കുന്നത് ഡി കഴുതയെന്നാണ്. വളരെ ബഹുമാനത്തോടാണ്. ഇവിടെ അല്ല, ബാംഗ്ലൂരുകാരും അങ്ങനെ പറയത്തില്ല. സ്വോത്രം. ചിലരൊക്കെ ചിരിക്കുന്ന കേട്ടോ സഹോദരന്മാരെ. വീട്ടിൽ ചെല്ലുമ്പോൾ ഇന്ന് വിവരം അറിയാം, അടുത്ത പ്രാവശ്യം എന്നെ വിളിക്കത്തില്ലെന്നറിയാം. അതുകൊണ്ട് പറയാനുള്ളത് ജോയിനങ്ങ് പറഞ്ഞിട്ട് പോകാം. ഹല്ലേലൂയ. യേശു കഴുതയെന്ന് വിളിച്ചില്ല. എന്തിനാടി മോങ്ങുന്നതെന്ന് ചോദിച്ചില്ല. സ്ത്രീയെ, നീ കരയുന്നത് എന്താ? ഞാൻ പറഞ്ഞില്ല ഭാര്യയെ പിടിച്ച് തലയിൽ വെക്കണമെന്ന്. ഇല്ല, ഞാൻ അതല്ല പറഞ്ഞു. എങ്കിലും ഗിവ് ഡ്യൂ റെസ്പെക്റ്റ്. ചോദിച്ചു, സ്ത്രീയെ, നീ കരയുന്നത് എന്താ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തുവാ? ആ പറഞ്ഞതിൻ്റെ അർത്ഥം വളരെ സരളമാണ്. ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടില്ല, 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നതൊക്കെ കൊച്ചു പിള്ളേർ മനസ്സിലാക്കുന്നത്. യേശു പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. എടി കൊച്ച, നീ എന്തിനാടി കരയുന്നത്? ഞാൻ ജീവനോടെയുണ്ട്. ഹല്ലേലൂയ,
ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ ജീവനുണ്ടെങ്കിൽ നിനക്ക് അറിയേണ്ട ആവശ്യമില്ല. നിന്റെ ഭാരങ്ങൾ എൻ്റെ തോളിലിട്ടുകൊള്ളുക. ഐ ആം ദ ആൻസർ. നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിനകത്ത് ദുഃഖിതരാണോ? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, പക്ഷേ നിങ്ങളെ സഹായിക്കാൻ എനിക്ക് സാധ്യമല്ല. പക്ഷേ എൻ്റെ സഹോദര സഹോദരി, നിന്റെ വേദനയുമായിട്ട് യേശുവിൻ്റെ അടുക്കൽ ചെന്ന് അവനോട് നിന്റെ വേദനകൾ പറയാമെങ്കിൽ അവൻ നിന്നെ ആശ്വസിപ്പിക്കും. അവൻ ഉയർത്തെഴുന്നേറ്റതിനാൽ നിന്റെ വേദന മാറും. എൻ്റെ രണ്ടാമത്തെ കഥ 7 പോയിൻറ്റും 7 കഥയുമാണ് പറഞ്ഞ് തീരത്തില്ലെന്ന് എനിക്കറിയാം. നിർത്തുന്നതായിരിക്കും. എൻ്റെ രണ്ടാമത്തെ കഥ, ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല. ഡോക്ടറെ കണ്ടപ്പോൾ വാളകം മർത്തോമ സഭയുടെ വാളകം ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എൻ്റെ ഭാര്യയ്ക്ക് ഒരു വാണിംഗ് കൊടുത്തു. ഗർഭിണിയാകാതെ നോക്കണം. കാരണം നിൻ്റെ ഗർഭപാത്രം ചെറുതാണ്, നിൻ്റെ ഗർഭപാത്രം ചരിഞ്ഞതാണ്, നിൻ്റെ ഗർഭപാത്രം ലോലമാണ്. ഡോക്ടർമാരിവിടെ ഇരിക്കുന്നവർക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത് എന്താണെന്ന്. മാത്രമല്ല നിൻ്റെ ബ്ലഡ് RH ഫാക്ടർ നെഗറ്റീവാണ്, നിന്റെ ഭർത്താവിൻ്റെ പോസിറ്റീവാണ്. ഇത് 4ഉം കൂടെ വന്നതിനാൽ ഒരു കുഞ്ഞിനെ നിനക്ക് വഹിക്കാനൊക്കത്തില്ല. നീ ഗർഭം ധരിച്ചാലും 3 മാസത്തിനകത്ത് മിസ്കാരേജ് ആവും. മലയാളത്തിൽ പറഞ്ഞാൽ അബോർഷനാകും. അതുകൊണ്ട് നീ ഗർഭിണിയായി തീരരുത്. ഞാൻ എൻ്റെ ഭാര്യയെ കൊണ്ടുപോയി. അപ്പോൾ ലില്ലി ഒരു മാനസിക വിഭ്രാന്തിയിലായിരുന്നു, ഇച്ചിരി ഡിപ്രഷനിലായിരുന്നു, ഡിസ്കറേജ്മെൻറ്റിലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ലില്ലിയെ കാശ്മീരിലേക്ക് കൊണ്ടുപോയത്. ഞാൻ കാശ്മീരിൽ ചെന്ന് കഴിഞ്ഞും വെച്ച് അവിടെയുള്ള ഏറ്റവും നല്ല ഗൈനക്കോളജിസ്റ്റ്, ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൻ്റെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കമലം, അവരെ കൊണ്ട് കാണിച്ചു. ഒരു മുസ്ലിം ഡോക്ടറെ കൊണ്ട് കാണിച്ചു. പിന്നെ എൻ്റെ മിലിറ്ററി ആശുപത്രിയിലെ ഡോക്ടർമാരെ കാണിച്ചു. അവരെല്ലാവരും എഴുതി തന്നു, ലില്ലി യു വിൽ നെവർ എവർ ബിക്കം എ മദർ. നീ അമ്മയായി തീരത്തില്ല. ലില്ലി വിഷമത്തിലാണ്. അപ്പം ലില്ലിക്ക് വറിയുണ്ട്, ഡിപ്രഷനുണ്ട്, ഡിസ്കറേജ്മെൻ്റ് ഉണ്ട്, മാനസികമായിട്ടുള്ള വിഭ്രാന്തിയില്ല, പക്ഷേ ദുഃഖിതയാണ്. ലില്ലി ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുക. കാരണം ലില്ലിയെ ചിലരൊക്കെ മച്ചി എന്ന് വിളിക്കാൻ തുടങ്ങി. ലില്ലിയുടെ അമ്മായിയമ്മയും വിളിക്കാൻ തുടങ്ങി. അതാരാന്ന് ഞാൻ പറയത്തില്ല, അങ്ങനെയും വിളിച്ചു. എഴുതി മച്ചിയാ, അയ്യോ എൻ്റെ മോൻ വേറെ ആരെങ്കിലും കെട്ടിയിരുന്നെങ്കിൽ ഒരു കുഞ്ഞിക്കാല് കാണത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ലില്ലി ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, ഒരു കുഞ്ഞിനെ തരണമേ, എൻ്റെ ഈ മച്ചി എന്നുള്ള പേര് മാറ്റിക്കളയണമേ, എൻ്റെ ലജ്ജ മാറ്റിക്കളയണമേ. ലില്ലി കാര്യമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം അതുവഴി അവിടെ ഉണ്ടായിരുന്ന CSIയിലെ ഒരു ഉപദേശിയുടെ കാശ്മീരിൽ പ്രവർത്തിക്കുന്ന PM തോമസിൻ്റെ, പുന്നവേലിക്കാരൻ PM തോമസിൻ്റെ ഭാര്യ അതുവഴി പോകുമായിരുന്നു. കുഞ്ഞപ്പി ഉപദേശിയുടെ മകൾ ക്രിസ്റ്റി അതുവഴി പോവുകയായിരുന്നു. അന്നേരം ആരാണ്ട് പറഞ്ഞു, ഇവിടെ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മാമ്മയുണ്ട്, പക്ഷേ അയാളുള്ളപ്പോൾ അങ്ങോട്ട് ചെല്ലരുത്, അയാൾ വല്ലതുമൊക്കെ പറയും. ഞാൻ നിരീശ്വരവാദിയാണ്. അതുകൊണ്ട് ഞാനില്ലാത്ത ഒരു സമയത്ത് ഈ അമ്മാമ്മ അവിടെ ചെന്നു, ലില്ലിയുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് അമ്മാമ്മ പറഞ്ഞു, ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയുകയാണ്, നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. നിനക്കൊരു ആൺകുഞ്ഞുണ്ടാകും, ആ ആൺകുഞ്ഞ് എൻ്റെ വേലക്കാരനായി തീരും. ലില്ലി വിശ്വസിച്ചു. ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെയൊക്കെ പറഞ്ഞു, അച്ചായ ഇവിടെ ഇങ്ങനെ ഒരാൾ വന്നിരുന്നു, ആ സ്ത്രീ പറഞ്ഞു നമുക്കൊരു ആൺകുഞ്ഞുണ്ട്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊട്ടിക്കൊച്ചേ, പഠിത്തമില്ല, അവർ BA കാര്യം കണ്ട, MBBSകാർ 3-4 പേര് പറഞ്ഞു, ഗൈനക്കോളജിസ്റ്റുമാർ പറഞ്ഞു, അവർക്കാണോ ബുദ്ധി, BA കാരിക്കാണോ ബുദ്ധി, നടക്കത്തില്ല. കാരണം ഞാൻ 10ാം ക്ലാസ് പഠിച്ച, എനിക്ക് ഇച്ചിരി ബുദ്ധിയൊക്കെ ഉണ്ട്, ഞാനെങ്ങനെ വിശ്വസിക്കും? പറഞ്ഞുണ്ടാകത്തില്ല. ലില്ലി വിശ്വസിച്ചു. അടുത്ത മാസം ഗർഭിണിയാണ് ലില്ലി ഗർഭിണിയാണ്. ഞാൻ ലില്ലിയെ കൊണ്ട് മിലിറ്ററി ആശുപത്രിയിൽ ചെന്നു. ഡോക്ടർ നോക്കി വെച്ച് പറഞ്ഞു, ഇത് 3ാമത്തെ മാസത്തിൽ അബോർഷനാവും. 3ാമത്തെ മാസത്തിൽ സംഭവിച്ചില്ല. 4ാമത്തെ മാസത്തിൽ കൊണ്ടുപോയി പറഞ്ഞു 5ാമത്തെ മാസത്തിൽ അബോർഷനാവും. 5ാമത്തെ മാസത്തിൽ കൊണ്ടുപോയി പറഞ്ഞു ഇപ്പോഴായില്ല, 7ാമത്തെ മാസത്തിലാവും. 7ാമത്തെ മാസത്തിൽ ഒന്നും സംഭവിച്ചില്ലെന്ന് ഡോക്ടർ പറഞ്ഞു, ഈ എണീക്കുന്നത് ചാപിള്ളയായിരിക്കും, ഇറ്റ് വിൽ ബി എ ഡെഡ് സ്റ്റിൽ ബർത്ത്. ഞാൻ ഡോക്ടർമാർ പറഞ്ഞ് വിശ്വസിച്ചു. ഞാൻ ലില്ലിയെ കൊണ്ടുവന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. ലില്ലിയെ കാണാൻ ഞാൻ പോയില്ല. പിന്നെ 2ാമത്തെ ദിവസം പോകാതിരിക്കാൻ ഒക്കത്തില്ലല്ലോ, അതുകൊണ്ട് പിന്നെ ഞാൻ പോയി, ഇല്ലെങ്കിൽ ആളുകൾ എന്തോ പറയും. അതുകൊണ്ട് ഞാനവിടെ ചെന്നു. ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ലില്ലിയുടെ വയറൊക്കെ ചൊട്ടിയിരിക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. എനിക്കറിയാം സ്റ്റിൽ ബർത്ത് അവർ കുഴിച്ചിട്ട് കാണുമായിരിക്കാം. ഞാനവിടെ ചെന്ന് കഴിയുമ്പോൾ ലില്ലിയുടെയൊക്കെ പറഞ്ഞു, ആശ്വസിപ്പിക്കാൻ പറഞ്ഞു, ലില്ലി വിഷമിക്കേണ്ട കേട്ടോ, നീ പ്രാർത്ഥിക്കുന്ന കൊച്ചല്ലയോ, ദൈവം വേറൊരു കൊച്ചിനെ തരും. ദൈവം പറഞ്ഞ് ആൾറെഡി ഒരു കൊച്ചിനെ തന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചപ്പോൾ, ദൈവത്തിൻ്റെ കാല് പിടിച്ചപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ദൈവം, എന്തിനാ കൊച്ച നീ മെനക്കെടുന്നേ, എന്തിനാ കൊച്ച നീ വിഷമിക്കുന്നേ, എന്തിനാ കൊച്ച നീ നെഞ്ചത്തടിക്കുന്നേ, നിൻ്റെ ഭാരങ്ങൾ എൻ്റെ തോളിലിട്ടുകൊള്ളുക. കുട്ടികൾ ഉണ്ടാകത്തില്ലെന്ന് 4 ഡോക്ടർമാർ എഴുതി കൊടുത്ത സ്ഥാനത്ത് സ്വർഗസ്ഥനായ ദൈവം കരയുന്ന എൻ്റെ ഭാര്യയുടെ കണ്ണുനീർ തുറച്ചു. മാത്രമല്ല 2 വർഷം കഴിഞ്ഞപ്പോൾ 2ാമത്തെ കുഞ്ഞുണ്ടായി. 2 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ 3ാമത്തെ കുഞ്ഞുണ്ടായി. 2ാം വർഷം കൂടെ കഴിഞ്ഞപ്പോൾ 4ാമത്തെ, എണ്ണിക്കോ, നിങ്ങളുടെ എണ്ണം തെറ്റും. 2 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ 5ാമത്തെ കുഞ്ഞുണ്ടായി. ഹല്ലേലൂയ. ഇപ്പം ലില്ലി പ്രാർത്ഥിക്കുക, കർത്താവേ സ്റ്റോപ്പണേ, സ്റ്റോപ്പണേ, സ്റ്റോപ്പണേ. എൻ്റെ ദൈവം ആരാണെന്നറിയാമോ? ഹല്ലേലൂയ. നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്നവനായ ദൈവം. സ്ത്രീയെ, നീ കരയുന്നത് എന്താ? നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്നവനായ ദൈവം. 3ാമത്തെ കാര്യം,
16-ാമത്തെ വാക്യം. യേശു അവളോട് മറിയേ എന്ന് പറഞ്ഞു. ആ സ്ത്രീ നീ കരയുന്നതെന്ന് ചോദിച്ചപ്പം അവൾ വിചാരിച്ചത് തോട്ടക്കാരനാണെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, അയ്യോ തോട്ടക്കാരാ, സാറെ എവിടെ കൊണ്ടുപോയി ആ ശരീരം വെച്ച്, അല്ലെങ്കിൽ സാറിനറിയാമോ, കാണിക്കാമെങ്കിൽ ഞാൻ എടുത്തുകൊണ്ട്. അവളെ കൊണ്ട് എടുക്കാൻ ഒക്കത്തില്ല. 33 വയസ്സുള്ള ആരോഗ്യമുള്ള ഒരു മനുഷ്യനെ എടുക്കാൻ ഒക്കത്തില്ല. പക്ഷെ അവിടെ ഹൃദയത്തിനകത്തൊരാഗ്രഹം. ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളെ കൊണ്ട് ചെയ്യാൻ ഒക്കാത്തതും ചെയ്യാൻ ഒരാഗ്രഹം നിങ്ങൾക്കുണ്ടാകണം. ഹല്ലേലൂയ. വെറുതെ ചർച്ചിൽ വരികയല്ല, എന്തെങ്കിലും ജോലി ചെയ്യണം. കക്കൂസ് വൃത്തികേടാണെങ്കിൽ അത് കഴുകിയിടണം. വരുന്ന ദൈവദാസൻ്റെ ബാഗ് എടുക്കണം, അവർക്ക് വെള്ളം കുടിക്കണമെങ്കിൽ കൊടുക്കണം, എന്തെങ്കിലും ചെയ്യാനായിട്ട് പോകണം. എൻ്റെ ഓഫീസിൽ ഞാൻ ചെയ്യുന്നുണ്ട് വിചാരിക്കരുത്. എൻ്റെ ഓഫീസിൽ ഞാനൊരു ബേസിനും ഒരു മഗ് വെള്ളവും ഒരു ടവലും വെച്ചിരിക്കുക. ആരെങ്കിലും മാന്യരായ ദൈവദാസന്മാർ വന്നാൽ, കത്തോലിക്കിലെ പട്ടക്കാരനായിരിക്കാം, മർത്തോമായിലെ CSIയിലെ ഇവാഞ്ചലിക്കിലെ അച്ഛനായിരിക്കാം, ആരെങ്കിലും വന്നാൽ ഞാൻ അവരുടെ കാല് കഴുകും. തോമസ് സാമുവൽ സാർ വന്നപ്പോഴും ഞാൻ കാല് കഴുകി. ഞാനിത് പറയാൻ വേണ്ടി ചെയ്തതല്ല. എനിക്ക് ചെയ്തതുകൊണ്ട് ആരും എനിക്ക് 10 രൂപ കൂടുതൽ അയക്കത്തില്ല. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാട്ടെ. നിങ്ങൾ വെറുതെ കസേര ചൂടാക്കാൻ പള്ളിയിൽ വരരുതാ, നിങ്ങൾ ബെഞ്ച് ചൂടാക്കാൻ വരരുതാ, എന്തെങ്കിലും ചെയ്യുന്നവരായിരിക്കണം. അവൾ പറയുകയാണ്, ആ ശരീരം എവിടെയാണ് വെച്ചത് എന്നൊക്കെ പറഞ്ഞാട്ട് എന്നെ കൊണ്ട് എടുക്കാൻ ഒക്കത്തില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഐ വിൽ ട്രൈ. എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക, ഞാൻ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. അപ്പോൾ യേശു വിളിച്ചു മറിയെ. എൻ്റെ അടുത്ത പോയിന്റ്, 3-ാമത്തെ സന്ദേശം. യേശുവിന് അവിടെ പേരറിയാമായിരുന്നു. ഇവൾ 12 ശിഷ്യന്മാരിൽ ഒരാളല്ല. എൻ്റെ വിചാരം 24 പേരിൽ ഒരാളല്ല. യേശു ക്രിസ്തുവിന് എത്ര ശിഷ്യന്മാരുണ്ടായിരുന്നു? 12 ശിഷ്യന്മാർ അപ്പോസ്തലന്മാരായിട്ടുണ്ടായിരുന്നു. 24 പേരുണ്ടായിരുന്നു, 70 പേരുണ്ടായിരുന്നു, 120 പേരുണ്ടായിരുന്നു, 500 പേരുണ്ടായിരുന്നു. വേദപണ്ഡിതന്മാർ വിശ്വസിക്കുന്നത് യേശു ജീവിച്ചിരുന്ന കാലത്ത് യേശു ക്രിസ്തുവിന് 5000-നും 7000-നും ഇടയ്ക്ക് ശിഷ്യന്മാരുണ്ടായിരുന്നു. ഈ സ്ത്രീ ആ സമയത്ത് ഈ 12 പേരിലോ 20, ചിലപ്പോൾ 70 പേരിൽ ഒരാളായിരിക്കാം, 120 പേരിൽ ഒരാൾ തീർച്ചയായിട്ടും ആയിരിക്കാം. ഷി വാസ് എ ബാക്ക് ബെഞ്ചർ, യെറ്റ് ഹി ന്യൂ ഹർ നെയിം. ഇനിയും പറയുന്നത് കേട്ടാട്ടെ. നിങ്ങൾ വിചാരിച്ചേക്കാം, യേശു എന്നെ അറിയത്തില്ല, ദിനകരനെ അറിയാം, വേറൊരു ദൈവദാസനെ അറിയാം, ഞാൻ ആരാ? ഞാൻ പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട വ്യക്തിയാണെങ്കിൽ യേശുവിന് നിങ്ങളുടെ പേരറിയാം. മാനസാന്തരപ്പെട്ട വ്യക്തിയാണ്. പള്ളി വരുന്ന അല്ല, തെറ്റുപറ്റരുത്. പള്ളി വരുന്നവരുടെ യേശുവിനെ അറിയണമെന്നില്ല. പക്ഷേ നീ മാനസാന്തരപ്പെട്ട വ്യക്തിയാണെങ്കിൽ, യേശു ക്രിസ്തുവിനെ നിൻ്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച വ്യക്തിയാണെങ്കിൽ, കുഞ്ഞുങ്ങളാണെങ്കിലും, ഞാൻ എൻ്റെ 29-ാമത്തെ വയസ്സിലാണ് രക്ഷിക്കപ്പെട്ടത്. എൻ്റെ മൂത്ത മകൻ 3.5 വയസ്സിലാണ് രക്ഷിക്കപ്പെട്ടത്. ചൈൽഡ് സൈക്കോളജി പഠിച്ചിട്ടുള്ളവർക്ക് ചോദിച്ചാൽ അറിയാം. ബില്ലിഗ്രാമിൻ്റെ ഭാര്യ 3.5 വയസ്സിൽ രക്ഷിക്കപ്പെട്ടാണ്. 3.5 വയസ്സിൽ രക്ഷിക്കപ്പെട്ട അനേകം പേരെ പലരെയും എനിക്കറിയാം, അനേകം പേരെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ? 3.5 വയസ്സുള്ള, 4.5 വയസ്സുള്ള, 5.5 വയസ്സുള്ള, 10 വയസ്സുള്ള, 20 വയസ്സുള്ള കുഞ്ഞുങ്ങൾ രക്ഷിക്കപ്പെട്ട? പള്ളിയിൽ പോകുന്നൊന്നല്ല ഞാൻ ചോദിച്ചത്, കൊയറിനകത്ത് പാടുന്നൊന്നല്ല ഞാൻ ചോദിച്ചത്, പള്ളി ചെന്നിട്ട് കസേര തുടച്ചിട്ട് അവർ മാനസാന്തരപ്പെട്ടതാണോ? എൻ്റെ മക്കളെല്ലാവരും 10 വയസ്സിന് മുമ്പ് രക്ഷിക്കപ്പെട്ടതാണ്. എൻ്റെ മന്ദബുദ്ധിയായ മകൾ വരെ 12-ാമത്തെ വയസ്സിൽ മന്ദബുദ്ധിയായിരുന്നു, ഇപ്പോഴല്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ മാനസാന്തരപ്പെട്ടവരാണെന്ന് ഉറപ്പ് വരുത്തുക. സൺഡേ സ്കൂൾ ടീച്ചർ, ഒരു ദിവസം നിങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. സ്വർഗത്തിൽ കർത്താവിനോട് മറുപടി പറയേണ്ടി വരും. നിൻ്റെ മുമ്പാകെ 1 വർഷത്തേക്ക് ഞാൻ 15 കുഞ്ഞുങ്ങളെ തന്നു, അവരെ രക്ഷയുടെ അനുഭവത്തിൽ നടത്തിയോ? നിൻ്റെ മുമ്പാകെ ഞാൻ 500 കുഞ്ഞുങ്ങളെ തന്നു, അവരെ രക്ഷയുടെ അനുഭവത്തിൽ നടത്തിയോ? നിങ്ങൾ നടത്തിയില്ലെങ്കിൽ ആര് രക്ഷയുടെ അനുഭവത്തേക്ക് നടത്തും? ബില്ലിഗ്രാം എന്ന് വരണമോ? അവരെ നിങ്ങൾ മാതാപിതാക്കൾ, സൺഡേ സ്കൂൾ ടീച്ചർ, പട്ടക്കാർ, ബാക്കി ഉപദേശിമാർ രക്ഷയുടെ അനുഭവത്തിലേക്ക് നടത്തണം. നിങ്ങൾ മാനസാന്തരപ്പെട്ട വ്യക്തിയാണെങ്കിൽ യേശുവിന് നിങ്ങളെ അറിയാം. നിങ്ങളെ ആരും അറിയത്തില്ല എന്ന് വിചാരിച്ചേക്കാം, പക്ഷേ എൻ്റെ യേശുവിന് നിങ്ങളെ അറിയാം. ഞാൻ സുവിശേഷ വേലയ്ക്ക് പോകുന്ന സമയത്ത്, എൻ്റെ മൂന്നാമത്തെ കഥ, ഞാൻ സുവിശേഷ വേലയ്ക്ക് പോകുന്ന സമയത്ത് എനിക്കൊരു ചോദ്യം ഉണ്ടായി. ഞാൻ സുവിശേഷ വേലയ്ക്ക് പോയി കഴിയുമ്പോൾ ആരെനിക്ക് ചെലവിന് തരും? ഒരു വലിയ ചോദ്യം. അപ്പോൾ ഒരാൾ എൻ്റെ പറഞ്ഞു, ആരെങ്കിലും സാഹിബ്മാർക്ക്, അന്ന് വടക്കേ ഇന്ത്യയിലേക്ക് മിഷണറിമാരെ അയക്കുന്ന ഓർഗനൈസേഷൻ ഒന്നുമില്ല. 1-2 ഉണ്ട് എനിക്കറിയാം. IEM ഉണ്ട്, FMBB ഉണ്ട്, പക്ഷേ അധികമൊന്നും വേറെ ആരും കേരളത്തിൽ നിന്ന് ആരുമില്ല. അപ്പോൾ ആരെന്നെ സഹായിക്കും എനിക്കറിഞ്ഞുകൂടാ. അപ്പോഴേ ചിലരുടെ പറഞ്ഞു, ഒരു സാഹിബിന് എഴുതാമെങ്കിൽ $50 വെച്ച് അയച്ചു തരും. എനിക്കൊരു ചിരി വന്നു. എടാ, എനിക്കിവിടെ ആൾറെഡി അന്ന് $50 എന്ന് പറഞ്ഞാൽ 500 രൂപയുള്ളൂ. എനിക്ക് 480 രൂപയും ഷാപ്പാടും വസ്ത്രവും നാട്ടിപ്പാനുള്ള ടിക്കറ്റും എല്ലാം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തരുന്നുണ്ട്. ഞാനിത് വിട്ടുമ്പോൾ ചെന്നിന് ഒരു സാഹിബിൻ്റെ രൂപ വാങ്ങിക്കുന്നത് മോശമാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ എന്തിനു പോകണം എനിക്ക് മനസ്സിലായി. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ ചോദിച്ചു, ഒരു രസകരമായ ഒരു ചോദ്യം ചോദിച്ചു. വർഗീസേ,
തോമസ് ലീഗ ഇന്ത്യയിൽ വന്നു എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. തോമസ് ലീഗ ഇന്ത്യയിൽ വന്നപ്പോൾ, കേരളത്തിൽ വന്നപ്പോൾ ഏത് അമേരിക്കൻ സംഘടനയാണ് $50 ചെക്കെല്ലാം മാസം അയച്ച്? ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, അന്ന് അമേരിക്കയിൽ സംഘടനയില്ല. പിന്നെ അയാൾ എങ്ങനെ വന്നു? ഞാൻ പറഞ്ഞു, അത് എളുപ്പമായിരുന്നു. വേദപുസ്തകം പറയുന്നു, അദ്ദേഹത്തിന് യേശുക്രിസ്തുവിൻ്റെ ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു. നിങ്ങൾ പോകൽ, ലോകത്തിൻ്റെ അറ്റത്തോളം, ലോകത്തിൻ്റെ അവസാനത്തോളം ഞാൻ നിൻ്റെ കൂടെ ഇരിക്കാം. പെട്ടെന്ന് ഞാനൊരു ശബ്ദം കേട്ടു. കേരളത്തിൽ KV ചെറിയാനെന്ന് പറയുന്ന ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു, തിരുവല്ലയിൽ, നവജോദയം. അദ്ദേഹം എൻ്റെ 19-ാമത്തെ വയസ്സിൽ, 18-ാമത്തെ വയസ്സിൽ വെൺമണിയിൽ അഖില കേരള ക്രിസ്തീയ കൂട്ടായ്മ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചോദിച്ച ഒരു ചോദ്യം, അദ്ദേഹം പറഞ്ഞൊരു വാക്യം എൻ്റെ ചെവിക്കകത്ത് ഞാൻ കേട്ടു, ഹൃദയത്തിൽ കേട്ടു, എവിടെയോ കേട്ടു. എന്താണ് വാക്യം? ഒരു വാഗ്ദത്ത വാചകം. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ. ഇന്നലെയും ഇന്നും എന്നേക്കും യേശു ക്രിസ്തു അനന്യ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല. മലയാളത്തിനകത്തെ പലതും കോംപ്ലിക്കേറ്റഡ് വേർഡ്സാണ്. അല്ല, അനന്യ എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്തവൻ. പെട്ടെന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. തോമാസ് ലീഹായെ പുലർത്തിയവനായ ദൈവം എന്നെയും പുലർത്തും. അവൻ മാറ്റമില്ല. 1-ാം നൂറ്റാണ്ടിൽ ചെയ്ത് ഇന്നും ചെയ്യണം, അല്ലെങ്കിൽ ഈ വാക്യം ശരിയല്ല. ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന രൂപയെല്ലാം വിവിധ സംഘടനകൾക്ക് കൊടുത്തതിന് ശേഷം, എൻ്റെ കയ്യിൽ ഒത്തിരി രൂപ ഉണ്ടായിരുന്നു. ഞാൻ 1/2 ഏക്കർ ഭൂമി, ഒരു വീടും കൂടെ വാങ്ങിക്കാൻ എല്ലാം പ്ലാൻ ചെയ്തപ്പോഴാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പ്ലാൻ എല്ലാം മാറി. ആത്മാക്കൾ എന്നുള്ളൊരു വലിയ ചിന്ത വന്നു. ഞാൻ തീരുമാനിച്ചു, ഞാൻ വിശ്വാസത്താൽ ജീവിക്കും. എൻ്റെ കയ്യിലുണ്ടായിരുന്ന പണമെല്ലാം ഞാൻ വിവിധ സംഘടനകൾക്ക് കൊടുത്തതിന് ശേഷം, ഒരൊറ്റ രൂപയും ഇല്ലാതെ, ഒരാളിൻ്റെ അഡ്രസ്സ് പോലും ഇല്ലാതെ, കട്ടറ വൈഷ്ണോദേവി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാനവിടെ പോയി. എൻ്റെ കഥകൾ ഒത്തിരിയാണ്. അതിനകത്തെ ഒരു കഥ പറയാൻ ആഗ്രഹിക്കുക. ഞാൻ അവിടെ ചെന്നു. ഞാനൊരു കഠിനാധ്വാനിയാണ്. 6 മണിക്ക് ട്രാക്ടർ കൊടുക്കാൻ പോകും, 8 മണിക്ക് തിരിച്ചു വരും. പിന്നെയും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് വെച്ച് പിന്നെയും ട്രാക്ടർ കൊടുക്കാൻ പോകും, 12 മണിക്ക് തിരിച്ചു വരും. ഉച്ചയ്ക്കലത്തെ ആഹാരം കഴിക്കും. 2 മുതൽ 3 വരെ, 1 മുതൽ 2 വരെ തോട്ടികളുടെ പിള്ളേരെയൊക്കെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ വേദപുസ്തകം ഈശു മസി ഉദ്ധാർ ദേത്താ ഹേ എന്നൊക്കെ പഠിപ്പിക്കും. അതിനുശേഷം പിന്നെ ഞാൻ ട്രാക്ടർ കൊടുക്കാൻ പോകും. 4 മണിക്ക് തിരിച്ചു വരും. ചായ ഉണ്ടെങ്കിൽ ചായ കുടിക്കും. എന്നിട്ട് ഞാൻ ലില്ലിയെ വിളിച്ചുകൊണ്ട് 5 വീട്ടിൽ പോയി സുവിശേഷം പറയും. എല്ലാ ദിവസവും പോയി സുവിശേഷം പറയും. അങ്ങനെ ഒരു ദിവസം ഞാൻ 4 മണിക്ക് വന്നപ്പോൾ എൻ്റെ വീട്ടിനപ്പുറത്തുള്ള ഒരു എഞ്ചിനീയർ, ഞാൻ ഒരു മുറിയിലാണ് താമസിക്കുന്നത്, 12 അടി നീളം 12 അടി വീതിയുള്ള ഒരു മുറിയിലാണ് താമസിക്കുന്നത്. ആ മുറിയാണ് മൊത്തം വീട്. അതിനപ്പുറത്തുള്ള ഒരു എഞ്ചിനീയർ അയാളുടെ കൂട്ടുകാരുമായിട്ടിരുന്ന് ചായ കുടിക്കുകയാണ്. അപ്പോൾ ഞാൻ ഹലോ പറഞ്ഞിട്ട് അവരാരും എൻ്റെ ഹലോ പറഞ്ഞില്ല. കാരണം കാശ്മീരിൽ ക്രിസ്ത്യാനികളെന്ന് പറയുന്നത് കക്കൂസിനകത്തെ മനുഷ്യൻ്റെ മലം സ്പൂണ് കൊണ്ട് കോരി കൊട്ടയ്ക്കകത്തിട്ട് ദൂരെ കൊണ്ട് കളയുന്നവരാണ് തോട്ടികൾ. അപ്പം അവരുടെ നോട്ടത്തിൽ ഞാനും ഒരു തോട്ടിയാണ്. അതുകൊണ്ട് അവർ ഹലോ പറഞ്ഞില്ല. ഞാൻ അകത്തോട്ട് കയറിയിട്ട് ലില്ലിയുടെയൊക്കെ പറഞ്ഞ് അവരേതാണ്ട് കഴിക്കുക. അതുകൊണ്ട് നമുക്ക് കതകം അടയ്ക്കാം. അല്ലെങ്കിൽ നമ്മുടെ 2 വയസ്സുള്ള മോൻ വെളിയിലോട്ടിറങ്ങും, അവന് വല്ലതും കൊടുക്കും. അവർ കൈ കൊടുക്കത്തില്ല, താഴെ ഇടത്തേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് കതകം അടയ്ക്കാം. ഞാൻ കതകം അടച്ചു. എന്നിട്ട് അകത്തിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അവരെല്ലാവരും പോയി. ഞാൻ കഥ തുറന്ന് നോക്കിയപ്പോൾ കസേരകൾ 4 ഒഴിഞ്ഞു കിടപ്പുണ്ട്, അവിടെ ആരുമില്ല. ഞാൻ പിന്നെ കഥ തുറന്നിട്ടു. കാരണം ഫാനില്ല. അപ്പോൾ ഫാനില്ലാത്തതുകൊണ്ട് കുറച്ച് കാറ്റൊക്കെ കയറാനായിട്ട് കഥ തുറന്നിട്ടു. എൻ്റെ 2 വയസ്സുള്ള മകൻ 4 കാലിൽ നടന്ന്, അവന് നേരെ നിൽക്കാനൊക്കത്തില്ല. അവന് ഈ ചർച്ചിൽ പ്രസംഗിച്ചതാണെന്ന് ഞാൻ അറിഞ്ഞു. അവന് അന്ന് തലയ്ക്ക് അസുഖം ഉണ്ടായിരുന്നു, വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ്റെ കഴുത്ത് നേരെ നിൽക്കത്തില്ല, ഡോക്ടർമാർക്ക് മനസ്സിലാകും. അവൻ 4 കാലിൽ എഴഞ്ഞ് വെളിയിലോട്ട് പോയി. ഞാൻ അവിടെ ഇരുന്നു. അവിടെ നിന്ന് വായിക്കുകയോ എഴുതുകയുണ്ടായിരുന്നു. അപ്പം എൻ്റെ മോൻ അവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ഡാഡി. ഞാൻ വിളി കേട്ടു. എന്താ മോനെ? പറഞ്ഞു, ആക്കർ ദേക്കോ മേ ക്യാ കർ റഹാ ഹൈ. വന്ന് നോക്കിയാൽ ഞാൻ എന്തോ എടുക്കുക. ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ മകൻ ആ ബ്രാഹ്മണൻ്റെ കസേരയിൽ കയറിയിരിക്കുന്നു. അത് ഭയങ്കര തെറ്റാണ്. തോട്ടിയുടെ മകൻ ഇതാ ബ്രാഹ്മണൻ്റെ കസേരയിൽ കയറിയിരിക്കുന്നു. അയ്യോ, ഞാനങ്ങ് പേടിച്ചു പോയി. ഞാൻ പറഞ്ഞടാ, നീ എന്തോടാ കാണിച്ചേ? എൻ്റെ ചോദ്യം കേട്ടവൻ അറിയാതെ മൂത്രം ഒഴിച്ചു പോയി കസേരയിൽ. അത് വേറൊരു കുറ്റം. ബ്രാഹ്മണൻ്റെ കസേരയിൽ തോട്ടിയുടെ കൊച്ചൻ മൂത്രം ഒഴിച്ചിരിക്കുന്നു. അവൻ്റെ മൂത്രം ഇങ്ങനെ ഒഴുകുക, ഗംഗാനദി ഒഴുകുന്നത് പോലെ ഒഴുകുകയാണ് വരാന്തയിൽ. എൻ്റെ ശബ്ദം കേട്ടിട്ട് അയാളുടെ ഭാര്യ അടുക്കളയിൽ നിന്ന് എൻ്റെ മോനെ കണ്ടു. എൻ്റെ മകൻ മൂത്രം ഒഴിച്ചത് കണ്ടു. എൻ്റെ മലയാള ഭാഷ ക്ഷമിക്കണം കേട്ടോ, മൂത്രമൊന്നും പറയാൻ പാടില്ലെന്ന് എനിക്കറിയാം. ഒരാൾ എൻ്റെയൊക്കെ പറഞ്ഞ് അങ്ങനെ മലയാളത്തിൽ പറയണ്ട, യൂറിൻ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ തിരുത്തി അങ്ങ് പറഞ്ഞ യൂറിൻ. അവർ കണ്ടു. അവർക്ക് ദേഷ്യം വന്നു. ഇത്രയും വണ്ണമുള്ള ഒരു സ്ത്രീ, ഇത്രയും ഉയരമുള്ള ഒരു സ്ത്രീ പതുക്കെ ഇങ്ങോട്ട് വന്നു. അവർ പറഞ്ഞു, ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ മോനെ ഒരു ചത്ത എലിയെ എടുക്കുന്നത് പോലെ അവൻ്റെ കൈക്ക് പിടിച്ചൊരു ഏറ് കൊടുത്തു. ഒരു 3 അടി അപ്പുറത്ത്
അവൻ ചെന്ന് വീണു. അവൻ്റെ തല ചെന്ന് കോൺക്രീറ്റ് ഫ്ലോറിൽ അടിച്ചു. അവൻ ഉറക്കം നിലവിളിച്ചു, ഡാഡി. ഞാൻ ചെന്നവനെ കോരിയെടുത്തു. ഞാൻ മുറ്റത്തോട്ടിറങ്ങി. അവിടെ ഒരു വരാന്തയാണ്. ആ വരാന്തയിൽ ഞാൻ അവിടെ ചെന്ന് നിന്നു. വരാന്തയല്ല, ഗേറ്റിനോട് ചെന്ന് ഞാൻ കരഞ്ഞു. എന്തിനാ എൻ്റെ മോൻ വിളിച്ചെന്നറിയാമോ? ഡാഡി ആക്കറുതേ കോമയ്ക്ക് ആക്കറേ. അവൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കസേരയിലിരുന്ന അന്നാണ്. ആ കസേരയിലിരുന്നതിൻ്റെ സന്തോഷം കൊണ്ട് പറഞ്ഞാൽ വന്ന് നോക്കിയേ ഞാൻ എന്തെടുക്കുവാന്ന്. ആ സ്ത്രീ എൻ്റെ മോനെ അങ്ങ് ശപിക്കുകയാണ്. മറിയാവും, നീ ചത്തുപോട്ടെ. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെ ശപിക്കരുത്, ഞാൻ ഡെറ്റോൾ ഇട്ട് കസേര കഴുകിത്തരാം. അവർ പറഞ്ഞു, നിങ്ങൾ എന്തെല്ലാം ചെയ്താലും എൻ്റെ കസേര ശുദ്ധീകരിക്കപ്പെടത്തില്ല. എനിക്ക് സങ്കടം തോന്നി. ഞാൻ ദൈവത്തിൻ്റെ ഒരു 100 ചോദ്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവ്, എൻ്റെ പപ്പായുടെ വീട്ടിൽ കസേരകൾ ഒത്തിരിയുണ്ട്. ഞാൻ എൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ അവനൊരു കസേര ഇരിക്കുമായിരുന്നു. ഞാൻ മിലിറ്ററിയിലായിരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ കസേര ഉണ്ടായിരുന്നു. കർത്താവെ, ഞാൻ ആ കസേര പാവപ്പെട്ട ക്രിസ്ത്യാനികൾക്ക് കൊടുത്തിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. എൻ്റെ കർത്താവെ, ഞാനൊരു ഉപദേശിയായത് കാരണം എൻ്റെ മകൻ ഒരു കസേരയിൽ ഇരിക്കാനുള്ള യോഗ്യതയില്ലയോ? ഞാനൊരു 100 ചോദ്യങ്ങൾ ചോദിച്ചു. എൻ്റെ ഭാര്യ ഒരു ടീച്ചറാണ്. അവൾ ടീച്ചറായിട്ട് ജോലി ചെയ്തിരുന്നെങ്കിൽ എൻ്റെ മകൻ ഒരു കസേരയിൽ ഇരിക്കുമായിരുന്നു. ഞാൻ ഉപദേശി ആയതുകൊണ്ട് എൻ്റെ മകനൊരു കസേരയിൽ ഇരിക്കാൻ ഒക്കത്തില്ലയോ? കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എൻ്റെ കുഞ്ഞ് അനങ്ങുന്നില്ല. ഞാൻ അവനെ ഇങ്ങനെ എടുത്തു നോക്കി. തോളെ കിടക്കുന്ന കുഞ്ഞിനെ എടുത്തു നോക്കിയപ്പോൾ അവന് ബോധമില്ലായിരുന്നു. ഡോക്ടർമാരുണ്ടെങ്കിൽ ഇവിടെ മനസ്സിലാവും. അവൻ്റെ തല ബലൂണിനകത്ത് വെള്ളം നിറച്ച ഒരു ബലൂൺ പോലെ ഇങ്ങനെ വീങ്ങിയിരുന്നു. ഞാൻ പറഞ്ഞു, ലില്ലീസ്, കുഞ്ഞിനെന്തോ തകരാറുണ്ട്, ഞാൻ ആശുപത്രി വരെ പോകും. അവിടെ ഒരൊറ്റ ഡിസ്പെൻസറി ഉള്ളൂ, ആശുപത്രിയില്ല, പ്രൈവറ്റും ഇല്ല, വേറെ ഒന്നുമില്ല, ഒരു ഗവൺമെൻറ് ഡിസ്പെൻസറി ഉള്ളൂ. ഞാൻ കുഞ്ഞിനെയും കൊണ്ട് 1.5-2 കിലോമീറ്റർ അപ്പുറത്തെ ഗവൺമെൻറ് ആശുപത്രിയിൽ ചെന്നു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ചെന്നപ്പോഴത്തേക്ക് ഡോക്ടർ അങ്ങ് പോയി. പിന്നെ ഞാൻ അവിടെ വീട്ടിൽ പോയി 3 കിലോമീറ്റർ നടന്നു. ഞാൻ വാതിക്കെ ചെന്നിട്ട് കൊട്ടി. ഡോക്ടർ ഇറങ്ങി വന്നു. ഡോക്ടർ ശർമ്മ, എന്നെ അറിയാൻ വയ്യാത്തൊരാരുമില്ല, കാരണം ഞാൻ രാവിലെ തൊട്ട് ട്രാക്ട് കൊടുക്കുകയാണ് ബസ് സ്റ്റാൻഡിൽ. അദ്ദേഹത്തൊക്കെ ചോദിച്ചു, യെസ് മിസ്റ്റർ വർഗീസ്, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? ഞാൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞ് വീണിച്ചിര കള്ളമാണ് പറഞ്ഞ്. വീണതല്ല, അവൻ എറിഞ്ഞതാണ്. അവൻ്റെ തലയ്ക്ക് കണ്ടില്ല ഇപ്പോഴെന്താണ്. എൻ്റെ പറഞ്ഞ് ഇരുന്നാട്ടെ. ഞാൻ തോട്ടിയായതുകൊണ്ട് അവിടെ കസേരയിൽ ഇരിക്കാനൊക്കത്തില്ല. അവിടെ പാവപ്പെട്ട താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടി ഒരു കല്ലിട്ടിട്ടുണ്ട്, വലിയ കല്ല്. ഞാൻ ആ കല്ലിലോട്ടിരുന്നു, കോട്ടാ സ്റ്റോൺ, അതിനകത്തോട്ടിരുന്നു. അയാൾ എൻ്റെ മോനെ നോക്കിയിട്ട് പറഞ്ഞു, വർഗീസ്, ദിസ് ഈസ് സീരിയസ്, യുവർ സൺ ഹാസ് ബ്രെയിൻ ഇഞ്ചുറി. അയാൾ എനിക്കൊരു വലിയ ലിസ്റ്റ് തന്നിട്ട് പറഞ്ഞ്, ഈ മരുന്ന് വാങ്ങിച്ചുകൊണ്ട് കൊടുത്താണ്. ഞാൻ എവിടുന്ന് മരുന്ന് വാങ്ങിച്ചു കൊടുക്കും? എൻ്റെ ആകെ 2 രൂപയേ ഉള്ളൂ. ഞാൻ തിരിച്ച് 3 കിലോമീറ്റർ നടന്ന് വീട്ടിൽ വന്ന് വെച്ച് ലില്ലിയോട് പറഞ്ഞു. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് പ്രാർത്ഥിക്കുന്ന ആത്മീയയായ സൽസ്വഭാവിയായ ഒരു ഭാര്യയാണ് ദൈവം എനിക്ക് തന്നത്. ലില്ലി പറഞ്ഞു, സാരമില്ല, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ചു, കിടന്നുറങ്ങി. നേരം വെളുത്തപ്പോഴത്തേക്ക് എൻ്റെ കുഞ്ഞ് സൗഖ്യമായി കഴിഞ്ഞു. അത് കഴിഞ്ഞ് ടോട്ടലി ഹീൽഡ്. അത് കഴിഞ്ഞപ്പോൾ ലില്ലി എൻ്റെ പറഞ്ഞു, ചായ, എനിക്ക് വേദനിപ്പിക്കുന്ന ഒരു വർത്തമാനം പറയാനുണ്ട്. ഞാൻ ചോദിച്ചു, എന്തുവാ കൊച്ചേ? പറഞ്ഞു, നമ്മുടെ വീട്ടിൽ പഞ്ചസാരയില്ല, നമ്മുടെ വീട്ടിൽ അരിയില്ല, നമ്മുടെ വീട്ടിൽ തേയിലയില്ല, നമ്മുടെ വീട്ടിൽ ഗോതമ്പ് മാവില്ല, അതുകൊണ്ട് ഇന്ന് കട്ടൻ ചായ പോലും രാവിലെ ഇല്ല. ഞാൻ പറഞ്ഞു, ലില്ലി, എനിക്കിന്ന് ട്രാക്ട് കൊടുക്കാൻ പോകാൻ തോന്നുന്നില്ല, വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പോവാം. എ ഫോഴ്സ്ഡ് ഫാസ്റ്റിംഗ് ആൻഡ് പ്രെയർ. ഞങ്ങളവിടെ നിന്ന് പ്രാർത്ഥിച്ചു. 10 മണിയായപ്പോൾ ആരോ കതകിന് കൊട്ടി. ലില്ലി ആകെ ഇങ്ങനെ കാണിക്കാൻ തുടങ്ങി. മലയാളികൾ ഇങ്ങനെ കാണിച്ചാൽ അറിയാമല്ലോ, മനസ്സിലാവും എന്താണ്ട് ഗതിയാണ്. എന്തൊക്കെ പറഞ്ഞു, ഇവിടെ ചായയില്ല, കാപ്പിയില്ല, യാതൊന്നുമില്ല, ആരെങ്കിലും വന്നാൽ എന്തോ കൊടുക്കുന്നേ. ഞാൻ പറഞ്ഞു, അനങ്ങാതിരിക്കുക, അയാളങ്ങ് പോകും. പക്ഷേ ഇച്ചിരി കഴിഞ്ഞപ്പോൾ പിന്നെയും കൊട്ടിയിട്ട് മലയാളത്തിൽ പറഞ്ഞു, വർഗീസ് ബ്രദറെ, കഥ ഓർക്കുക, ഞങ്ങളുടെ നാട്ടിലെങ്ങും മലയാളികളില്ല. ഞങ്ങളുടെ നിന്നൊരു മലയാളിയെ കാണണമെങ്കിൽ ജമ്മു പോകണം, 46 കിലോമീറ്റർ അപ്പുറത്ത് ജമ്മുവിൽ പോകണം, അല്ലാതെ അതും പട്ടാളക്കാരൻ, വേറെ ആരുമില്ല. ഞാൻ ചെന്ന് കതകിന് തുറന്നപ്പോൾ അവിടെ ഒരു എയർഫോഴ്സിലെ പൈലറ്റ്, പുത്തൻകാവുകാരൻ കോശി. പുത്തൻകാവുകാരെങ്കിലും ഉണ്ടോ? പുത്തൻകാവുകാരുമില്ല. അത് കഷ്ടമായി പോലെ ഉണ്ട്. പുത്തൻകാവിലെ കോശി കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. എയർഫോഴ്സിലെ സീനിയർ ഓഫീസർ പൈലറ്റ് കോശി, വീട്ടിലെ പേര് അബി. അദ്ദേഹം ഒരു കസേരയും പിടിച്ചുകൊണ്ട് നിൽക്കുക. ഞാൻ ചോദിച്ചു, കോശി സാറേ? എൻ്റെ ഓഫീസറായിരുന്നു. ഞാൻ പട്ടാളക്കാരൻ, അദ്ദേഹം ഓഫീസറാണ്. ഞങ്ങൾ ഒന്നിച്ച് 1 വർഷം ഒരു ഷർട്ടിൽ ആരാധിച്ചാണ്. ഞാൻ കോശി ബ്രദറെ, ബ്രദർ കസേരയും പിടിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ പറഞ്ഞ് അങ്ങോട്ട് മാറുക, ഞാൻ ഈ കസേരയിട്ടൊന്ന് ഇരിക്കട്ടെ. അവരോട് ഇരുന്ന് വെച്ച് അദ്ദേഹത്തിൻ്റെ കാലെ കൊട്ടിക്കൊണ്ട് എൻ്റെ മുഖത്തോട്ട് നോക്കിയിരിക്കുക. ഞാൻ പറഞ്ഞു, കോശി ബ്രദറെ, എന്താ ഈ കസേരയുമായിട്ട് വരാൻ കാര്യം? പറഞ്ഞു, ഇന്നലെ വൈകുന്നേരം 5 മണിയായ സമയം പറഞ്ഞില്ല. ഇന്നലെ വൈകുന്നേരം എൻ്റെ ഒരു കോ പൈലറ്റ്, എൻ്റെ കൂടെയുള്ള ഒരു പൈലറ്റ് എൻ്റെ മുറിയിൽ വന്നു. ഞാൻ 2 ഗാർഡൻ ചെയർ എടുത്തിട്ട് ആ ഗാർഡൻ ചെയർ ഇട്ട് വെച്ച് അതിനകത്തിരുന്ന് ചായ കുടിക്കാനായിട്ട് ഗാർഡൻ ചെയർ എടുക്കുകയാണ്. എടുക്കുന്ന സമയത്താണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒക്കെ ചോദിച്ചു. മാനസാന്തരപ്പെട്ട ഒരു മർത്തുമക്കാരനാണ്. എൻ്റെ പറഞ്ഞു, ആ സമയത്താണ് ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ചോദിച്ചു, നിനക്ക് വർഗീസിനെ അറിയാം?
നീ വർഗീസിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്, 2 പ്രാവശ്യം പോയിട്ടുണ്ട്. നിനക്കറിയാം വർഗീസിനൊരു കസേരയില്ല. അറിയാം. ദൈവത്തിൻ്റെ ആത്മാവ് വർഗീസ് ബ്രദറെ എൻ്റെ പറഞ്ഞു നിനക്ക് ഒരു കസേര കൊണ്ട് തരണമെന്ന്. ഞാൻ ചോദിച്ചു, കോശി ബ്രദറെ ആ സമയത്ത് എത്ര മണിയാണ്? 4 മണി, 4:30, 5 മണിക്ക്. ഞാൻ 5 മണിക്കാണ് മുറ്റത്ത് നിന്നുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ തോളയിലിട്ടുകൊണ്ട് ഞാൻ 100 ചോദ്യം ചോദിച്ചത്. കർത്താവെ, ഞാൻ ഉപദേശിയായതുകൊണ്ട് എനിക്കൊരു കസേര കിട്ടത്തില്ലയോ? എൻ്റെ ചോദ്യം സ്വർഗസ്ഥനായ ദൈവം കേട്ട് 46 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു എയർഫോഴ്സ് പൈലറ്റ് 40,000 അടി ഉയരത്തിൽ ഇന്ത്യയുടെ ഫൈറ്റിംഗ് ജെറ്റ്സ് പറത്തുന്നതവനായിട്ടുള്ള ഒരു ഓഫീസറുടെയൊക്കെ പറഞ്ഞു, ഒരു കസേര കൊണ്ടുവന്ന് എൻ്റെ ദാസന് കൊടുക്കുക. അദ്ദേഹം തലേ വെച്ചുകൊണ്ട് വന്നു. വേറെ ആരും ചോദിച്ചിട്ട് കൊടുത്തില്ല. പറഞ്ഞതിന് അനുഗ്രഹമുള്ള ഒരു കാര്യമാണ്. എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഞാൻ അങ്ങനെയാണെങ്കിൽ പറയുന്നു, എൻ്റെ ദൈവത്തിന് നിൻ്റെ പ്രാർത്ഥന കേൾക്കുവാൻ കഴിയും. നീ വിചാരിച്ചേക്കാം കക്കൂസിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. നീ വിചാരിച്ചേക്കാം നിൻ്റെ മുറിയിലിരുന്ന് നീ നെഞ്ചത്തടിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കേട്ടില്ല. എല്ലാം അവൻ കേട്ടിട്ടുണ്ട്. നിൻ്റെ പ്രാർത്ഥനയുടെ മറുപടി വരുന്നുണ്ട്. ചിലപ്പോൾ അന്ന് തന്നെ സംഭവിച്ചെന്ന് വരാം, ചിലപ്പോൾ അടുത്ത ആഴ്ചയിൽ സംഭവിച്ചെന്ന് വരാം, ചിലപ്പോൾ അടുത്ത മാസത്തിൽ സംഭവിച്ചെന്ന് വരാം. ഞാൻ പറയുന്നു, ദൈവത്തെ ആദരിക്കുന്നവനെ ആദരിക്കുന്നവനാണ് എൻ്റെ ദൈവം. നിങ്ങൾക്ക് ആ വിശ്വാസമുണ്ടോ? അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കണം. എങ്ങനെയാണ് വിശ്വാസം വരുന്നത്? വേദപുസ്തകം പറയുന്നു, വിശ്വാസം കേൾവിയ വരുന്നു 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 വരുന്നു. നിങ്ങൾ ഈ പുസ്തകം എൻ്റെ വായിക്കണം. വിശ്വാസം വരുന്നു, ഇല്ലാത്തത് വരുന്നു, ഇല്ലാത്തടത്തേക്ക് വരുന്നു. അതുകൊണ്ട് വിശ്വാസം കേൾവിയാൽ വരുന്നു. അതുകൊണ്ട് കേൾക്കണം, പിന്നെയും കേൾക്കണം, സുവിശേഷം കേൾക്കണം, ടേപ്പുകൾ കേൾക്കണം, പ്രസംഗം കേൾക്കണം. ആ സമയത്ത് കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ വിശ്വാസം വരുന്നു. യേശുവിന് മറിയെ അറിയാമായിരുന്നു. ഒരു സാധാരണക്കാരിയായ ഒരു സ്ത്രീയെ, പിൻപന്തിയിലിരുന്ന ഒരു സ്ത്രീ അറിയാമെങ്കിൽ, മാനസാന്തരപ്പെട്ട സഹോദരി, മാനസാന്തരപ്പെട്ട സഹോദര, എൻ്റെ കർത്താവിന് നിന്നെയും നിൻ്റെ പേരും അറിയാം, നിൻ്റെ പേരറിയാം, നിൻ്റെ ആവശ്യങ്ങൾ അറിയാം. ആരും അറിയുന്നില്ല എന്ന് വിചാരിച്ചേക്കാം, അവനറിയാം. 4-ാമത്തെ കാര്യം, 17-ാമത്തെ വാക്യം. യേശുവോട്, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല. എങ്കിലും നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവൻ്റെ അടുക്കൽ ഞാൻ കയറി പോകുന്നു എന്ന് അവരോട് പറയുക എന്ന് പറഞ്ഞു. സ്തോത്രം ചെയ്തതേ ഉള്ളൂ. എന്താ കാര്യം? ശിഷ്യന്മാർ പ്രാർത്ഥിച്ചാൽ യേശുവിന് ആമേൻ പറയാനൊക്കത്തില്ല. യേശു പ്രാർത്ഥിച്ചാൽ ശിഷ്യന്മാർക്ക് ആമേൻ പറയാനൊക്കത്തില്ല. അതുകൊണ്ട് ഒരിക്കലും യേശു പ്രാർത്ഥിച്ചില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, നിങ്ങളുടെ പിതാവും എൻ്റെ പിതാവും ഒന്നാണ്, പക്ഷേ ആ റിലേഷൻഷിപ്പിന് വ്യത്യാസമാണ്. പറയുന്നു, ശ്രദ്ധിച്ച് കേൾക്കുക. സഹോദര, നിൻ്റെ ഭാര്യയ്ക്കുള്ള ആ ദൈവവുമായിട്ടുള്ള ബന്ധത്തെക്കാൾ ആഴമായ ഒരു ബന്ധം നിനക്കുണ്ടാക്കിയെടുക്കാം. സഹോദരി, നിൻ്റെ ഭർത്താവിനുള്ള ദൈവവുമായിട്ടുള്ള ബന്ധത്തെക്കാൾ ആഴമായ ഒരു ബന്ധം നിനക്കുണ്ടാക്കിയെടുക്കാം. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, നിങ്ങളുടെ പട്ടക്കാരനുള്ള അനുഭവത്തെക്കാൾ ആഴമായ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാക്കിയെടുക്കാം. എന്നേക്കാൾ ആഴമായത് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ചെന്ന സഭയിൽ ഞാൻ എൻ്റെ വിശ്വാസികളെ പഠിപ്പിച്ചതാണ്, നിങ്ങൾക്ക് എന്നേക്കാൾ അസാധാരണമായ ഒരു റിലേഷൻഷിപ്പിൽ, ഒരു ആത്മീക ബന്ധത്തിൽ കർത്താവുമായിട്ട് ചേരാം. മുമ്പോട്ട് പോകാൻ കർത്താവ് പറഞ്ഞു, എന്നെ തുടരുത്. നമ്മുടെ ഏഷ്യൻ കൾച്ചർ ഇതൊരു പാശ്ചാത്യ മതമല്ല. നമ്മളിവിടെയൊക്കെ ആളുകളൊക്കെ പറയുന്നതാണ് ഇത് പാശ്ചാത്യ മതമാണ്. ഇന്നലെ ഒരു നേതാവ് നമ്മുടെ പത്രത്തിനകത്ത് വന്നു. ഇന്നലെ ടൈംസ് ഓഫ് ഇന്ത്യക്കകത്ത് ഞാൻ വായിച്ചു, മനോരമയിലോ ടൈംസ് ഓഫ് ഇന്ത്യയിലോ ഞാൻ വായിച്ചു. ടൈംസ് ഓഫ് ഇന്ത്യയിലാണ് ഞാൻ വായിച്ചത്. അവർ പറഞ്ഞു, ഖുറാനും ബൈബിളും ഇന്ത്യൻ കൾച്ചറിനുള്ള. ആര് പറഞ്ഞു? അല്ല, ഇതാണ് നമ്മുടെ ഏഷ്യൻ റിലിജിയനാണ്. ഏഷ്യൻ കൾച്ചറുമായിട്ട് നമ്മുടെ കൾച്ചറാണ്. അപ്പം നമ്മുടെ കൾച്ചർ അനുസരിച്ച് ആ സ്ത്രീ ഓടിച്ചെന്ന യേശുവിൻ്റെ കാലെ തൊട്ട് തൊടാനായിട്ട്, എൻ്റെ കർത്താവെ അങ്ങായിരുന്നു. യേശു പറഞ്ഞു, എന്നെ തുടരുത്. എന്താ തൊടാൻ പാടില്ലാത്ത? ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ പോയിട്ടില്ല. ഇനിയും പറയുക. പക്ഷെ നിങ്ങൾക്കറിയാമോ, അന്ന് തന്നെ ശിഷ്യന്മാർ അവനെ തൊട്ടു. എന്തുകൊണ്ട് ഈ സ്ത്രീക്ക് തൊടാൻ പാടില്ല? കാരണം ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ പോയിട്ടില്ല. വേഗത്തിൽ പറഞ്ഞു പോകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ ഇതായിരുന്നു: ക്രൂശിൽ മരിക്കുക, എന്നിട്ട് നരകത്തിലേക്ക് പോകുക, സുവിശേഷം പ്രസംഗിക്കുക, എന്നിട്ട് ഉയർത്തെഴുന്നേറ്റ് ശനിയാഴ്ച രാത്രി ഞായറാഴ്ച രാവിലെ ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ അടുക്കൽ ചെന്ന് തൻ്റെ രക്തം മഹാപുരോഹിതനായി ദൈവത്തിൻ്റെ മുമ്പാകെ മനുഷ്യൻ്റെ പാപപരിഹാരാർത്ഥമായിട്ട് അർപ്പിക്കുക. ഇതാണ് ശുശ്രൂഷ. അപ്പോൾ യേശു ക്രിസ്തു പറയുകയാണ്, ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ പോയിട്ടില്ല. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോയി കഴിഞ്ഞാൽ, അന്ന് തന്നെ ശിഷ്യന്മാർ തൊട്ടു, നിനക്ക് തൊടാം. എൻ്റെ ഒരു ചോദ്യം, എൻ്റെ ഭാവനയാണ്. ഞാനൊരു ഭാവന മനുഷ്യനാണ്. ഞാൻ 4 സിനിമ ഉണ്ടാക്കിയിട്ടുണ്ട്. ആർക്കാ സിനിമ ഉണ്ടാക്കാൻ ഒക്കുന്നത്? ഭാവനയുള്ള മനുഷ്യർക്ക് മാത്രമേ സിനിമ ഉണ്ടാക്കാൻ ഒക്കത്തുള്ളൂ.
അവൻ ഞാനൊരു ഭാവന മനുഷ്യനാണ്. ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് കയറി പോകുന്ന സമയത്ത് തൻ്റെ രക്തവുമായിട്ട് പോവുകയാണ്. ആ രക്തം കൊണ്ട് ഇന്ന് പിതാവിൻ്റെ മുമ്പാകെ സമർപ്പിക്കണം. ആ സമയത്ത് യേശുക്രിസ്തു ഒരു സ്ത്രീയുടെ വിലാപം കേട്ട് കാണും, അവളുടെ ഏങ്ങലടി കേട്ട് കാണും. അവൻ നോക്കിയപ്പോൾ അവൻ്റെ കല്ലറയുടെ വാതുക്കൽ ഒരു സ്ത്രീ എന്ന് കരയാണ്. അവന് തോന്നിക്കാണും, എൻ്റെ ഭാവനയാണ്, വെറും പ്യുവർ ഭാവനയാണ്. അവൻ തോന്നിക്കാണും, ഞാൻ ഇറങ്ങിച്ചെന്ന് ഇവളെ ആശ്വസിപ്പിച്ചില്ലെങ്കിൽ അവൾ ചിലപ്പോൾ ഹൃദയം പൊട്ടി മരിച്ചു പോയെന്ന് വരാം. അതുകൊണ്ട് അവൻ തൻ്റെ പദ്ധതി മാറ്റിവെച്ച് പദ്ധതിക്ക് ചേഞ്ച് ഉണ്ടാക്കിക്കൊണ്ട് അവളുടെ അടുക്കൽ ചെന്ന് അവളെ ആശ്വസിപ്പിച്ചു. എൻ്റെ അവസാനത്തെ പോയിന്റ്, 4ാമത്തെ പോയിന്റിൽ നിർത്തുകയാണ്. എൻ്റെ യേശു ആരാണെന്നറിയാമോ? കരയുന്ന സ്ത്രീയുടെ കണ്ണുനീർ കണ്ട് അവൻ്റെ പദ്ധതിക്ക് വ്യത്യാസം കൊടുത്തുകൊണ്ട് അവൻ്റെ അടുക്കൽ ചെന്നു. ഞാൻ നിങ്ങളൊക്കെ പറയുകയാണ്, എൻ്റെ ദൈവത്തിന് നിൻ്റെയും കണ്ണുനീർ കണ്ടാൽ തൻ്റെ പദ്ധതിക്ക് വ്യത്യാസം കൊടുത്തുകൊണ്ട്, സംശയമുണ്ടോ? യോനായുടെ പുസ്തകം വായിക്കണം. അവൻ്റെ പദ്ധതിക്ക് വ്യത്യാസം കൊടുത്തുകൊണ്ട് ഇനിയും വായിക്കണം, അപ്പോസ്തല പ്രവൃത്തി വായിക്കണം. അവൻ്റെ പദ്ധതിക്ക് വ്യത്യാസം കൊണ്ട് നിൻ്റെ കണ്ണുനീരിന് ശക്തിയുണ്ടാകും. അവൻ്റെ കരയുന്നതിൽ ലജ്ജിക്കരുത്. ഞാൻ പരസ്യമായിട്ട് കരയുന്ന വ്യക്തിയാണ്. കർത്താവിനെ പറ്റി പറയുമ്പോഴേ കരയത്തുള്ളൂ, അല്ലാതെ കരയത്തില്ല. എൻ്റെ കർത്താവ് ചെയ്തിട്ടുള്ളതിനെ പറ്റി പറയുമ്പോൾ ഞാൻ കരയും. എൻ്റെ ജീവിതത്തിനകത്ത് അവൻ ചെയ്തിട്ടുള്ള ഉപകാരങ്ങളെ പറ്റി പറയുമ്പോൾ ഞാൻ പൊട്ടി പൊട്ടി കരയും. എനിക്കതിനകത്ത് ലജ്ജയില്ല. നിൻ്റെ കണ്ണുനീർ കണ്ടുകൊണ്ട് അവൻ നിൻ്റെ അടുക്കൽ വന്ന് നിന്നെ ആശ്വസിപ്പിക്കും. നീ കരയുന്ന വ്യക്തിയാണെങ്കിൽ കരയാൻ ലജ്ജിക്കരുത്. കരയുക, കരയുക, കരയുക. അവൻ ഇറങ്ങി വരട്ടെ, അവൻ ഇറങ്ങി വരും. അവൻ്റെ പദ്ധതിക്ക് വ്യത്യാസം കൊടുത്തുകൊണ്ട് അവൻ നിന്നെ ആശ്വസിപ്പിക്കും. ഞാൻ കാശ്മീരിൽ സുവിശേഷ വേലയ്ക്ക് എന്ന് കഴിഞ്ഞപ്പോൾ എന്നെ ആരും വിശ്വസിച്ചില്ല. സാമുവൽ സാറിനറിയാം, എന്നെ ഒരു സംഘടനക്കാരും എടുക്കത്തില്ല. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് എടുത്തെഴുതിയത്. എന്നെ ആരും എടുക്കുന്നില്ല, ഞാൻ എന്തോ എടുക്കും, എന്നെ ആരും എടുക്കുന്നില്ല. എന്നെ ആർക്കും വേണ്ടാത്തവനായിരുന്നു. 10ാം ക്ലാസ് പഠിച്ച പട്ടാളക്കാരനെ ഏത് സംഘടന സുവിശേഷ വേലക്കാരനായിട്ട് അവിടെ നയിക്കും, ആരും എടുക്കാൻ തയ്യാറില്ലായിരുന്നു. ഞാൻ അവിടുന്ന് പ്രാർത്ഥിച്ചു. എന്നെ ആരും വിശ്വസിച്ചില്ല. എല്ലാവരും വിചാരിച്ചത് ഞാൻ അമേരിക്കയ്ക്ക് എങ്ങാണ്ട് പോകാനുള്ള പദ്ധതിയാണ്, അല്ലെങ്കിൽ നല്ല കുടുംബത്തിൽ പിറന്ന ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്ന ജീവിതകാലം മുഴുവൻ പെൻഷൻ കിട്ടുന്ന ഒരു മനുഷ്യൻ എന്തിനാണ് ഈ കൃക കാണിച്ചത്? ആളുകൾ വിശ്വസിച്ചില്ല. പക്ഷേ ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. സ്വർഗസ്ഥനായ ദൈവം ഒരൊറ്റ വർഷം കൊണ്ട് 100 പേരെ സ്നാനപ്പെടുത്താനുള്ള ഭാഗ്യം എനിക്ക് തന്നു. മാത്രമല്ല അടുത്ത 16 ഗ്രാമങ്ങളിൽ 16 സഭകൾ സ്ഥാപിക്കാനുള്ള ഭാഗ്യം എനിക്ക് തന്നു. വേറെ എൻ്റെ കൂട്ടുവേലക്കാരുമില്ല. ഞാനൊരു ബൈബിൾ കോളേജിൽ പോയി പഠിച്ചിട്ടില്ല. ദൈവം എന്നോട് കരുണ കാണിച്ചതാണ്. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എൻ്റെ കണ്ണുനീർ ദൈവം കണ്ടു. ഞാനൊരു പർവ്വതത്തിലോട്ട് ചെന്ന സമയത്ത് 8 പേരെന്നെ കൊല്ലാനായിട്ട് ഓടിച്ചു. അവർ പിക്കാക്സല്ല വെട്ടുകത്തിയുമായിട്ട് വരികയാണ്. അവർ അരിവാളുമായിട്ട് വരികയാണ്. മഴു, എല്ലാവർക്കും മനസ്സിലാകത്തില്ല ഞാൻ മഴു എന്ന് പറഞ്ഞാൽ എന്താണ്. ആ ഒരു മഴുവായിട്ട് എന്നെ കൊല്ലാനായിട്ട് വരികയാണ്. ഞാൻ ഓടിപ്പോകുന്ന സമയത്ത് ഒരു മരത്തിൻ്റെ വേരയിൽ കാല് തട്ടിയിട്ട് ഞാൻ അവിടെ വീണു. എനിക്കറിയാം അവരെടുക്ക വരും, അവരെന്നെ കൊല്ലും, ഇവിടുന്ന് ഞാൻ രക്ഷപ്പെടത്തില്ല. ഞാൻ എന്ത് ചെയ്തു? എനിക്കൊരു എഴുത്തെഴുതണം. ഞാൻ വായിച്ചുകൊണ്ടിരുന്ന ഒരു പുസ്തകമുണ്ട്, O.J. സ്മിത്ത് എന്ന് പറഞ്ഞ ദൈവദാസൻ്റെ ദിസ് ഈസ് മൈ സ്റ്റോറി എന്ന് പറയുന്ന പുസ്തകം. ഞാനതെടുത്തിട്ട് അതിൻ്റെ അവസാനത്തെ പേജിലെഴുതി ഞാനിവിടെ വരിക്കും. എൻ്റെ ഭാര്യ 20ാമത്തെ വയസ്സിൽ, സാധാരണ ഞാൻ ചുമയ്ക്കുന്നതല്ല, എന്തുകൊണ്ടോ ചുമയ്ക്കുകയാണ്, ദാഹിക്കുന്നത് കൊണ്ടാണ്. എൻ്റെ ഭാര്യ 20ാമത്തെ വയസ്സിൽ, അവൾക്ക് 23 വയസ്സാണ്. 23 വയസ്സാണ്. 23ാമത്തെ വയസ്സിൽ എൻ്റെ ഭാര്യ വിധവയായെന്ന് വരും. 2ാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കുന്നതിന് മുമ്പ് എൻ്റെ മകൻ അപ്പനില്ലാത്തവനായി തീർന്നു വരാം. എൻ്റെ ശവശരീരം ഈ പർവ്വതത്തിൽ, ഹിമാലയത്തിലെ 3ാമത്തെ പർവ്വതത്തിൽ അവർ വെട്ടിക്കൊല്ലും. എൻ്റെ ശവശരീരം താഴേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യരും കാണത്തില്ല ഞാൻ അവിടെ ചെന്നതായിട്ട്. എൻ്റെ ജീവിതം ഇവിടെ അവസാനിച്ചു. പക്ഷേ ഞാൻ ദൈവത്തോട് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ഓരോ തുള്ളി ചോരയ്ക്കും ഒരാത്മാവിനെ വെച്ച് തരണം. ദൈവം എന്നെ രക്ഷിച്ചു, മരിക്കാതെ വീട്ടിലെത്താൻ, അടികൊള്ളാതെ വീട്ടിലെത്താൻ എന്നെ സഹായിച്ചു. ഇനി പറയുന്നതാണ്, അതേ മാസത്തിൽ തന്നെ എന്നെ ഓടിച്ചതിൽ 8 പേരിൽ 7 പേരെ സ്നാനപ്പെടുത്താനുള്ള ഭാഗ്യം എനിക്ക് കർത്താവ് തന്നു. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? ഹല്ലേലൂയ. നീ എന്തിനാ കരയുന്നത്? എന്നെ തുടരുത്. ഞാൻ പിതാവിൻ്റെ, എൻ്റെ കണ്ണുനീര് കണ്ടിട്ട് ദൈവത്തിൻ്റെ പ്ലാൻ ചേഞ്ച് ചെയ്ത് എന്നെ അനുഗ്രഹിച്ചതാണെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ 10ാം ക്ലാസ് മാത്രം പഠിച്ച പട്ടാളക്കാരൻ, ബൈബിൾ കോളേജിൽ പോയിട്ടില്ലാത്തവൻ എങ്ങനെ ഈ ഭാഗ്യം ലഭിച്ചു? ഒരു അമേരിക്കയിലെ ഒരു സായിപ്പ് ഒന്ന് പ്രസംഗിക്കുകയായിരുന്നു. അയാൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ ഇംഗ്ലീഷിലാണ് പ്രസംഗിച്ച്. എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. ഞാൻ 10ാം ക്ലാസ്സേ പഠിച്ചിട്ടുള്ളൂ. അതും കൊച്ചു ഗ്രാമത്തിലാണ് പഠിച്ചത്.
പട്ടാളത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഇംഗ്ലീഷ് പറയാൻ പാടില്ല. ഒരു ദിവസം അറിയാൻ വയ്യാതെ ഐ ഡോണ്ട് നോ സാർ എന്ന് പറഞ്ഞു. എന്നെ ലെഫ്റ്റ് റൈറ്റ് പഠിപ്പിച്ച ആ ഇൻസ്ട്രക്ടർ ഇങ്ങോട്ട് വന്ന് കർണക്കുറ്റിക്ക് അടിയെന്ന് വെച്ച് പറഞ്ഞ് അംഗ്രേജി का बच्चे आगे से अंग्रेजी नहीं बोलना. ഉള്ള ഇംഗ്ലീഷിൻ്റെ ABCD അങ്ങ് പോയി. ഈ സാഹിബ് ഇംഗ്ലീഷിൽ പ്രസംഗിക്കുമ്പോൾ എൻ്റെ അടുക്കലിരിക്കുന്നവരൊക്കെ പറയാം ഞാനും പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായിട്ടല്ല, മലയാളിയല്ലയോ, മനസ്സിലായെന്ന് ഇമ്പ്രസ് ചെയ്യാൻ പറഞ്ഞതാണ്. എൻ്റെ അടുക്കലിരിക്കുന്നവരൊക്കെ പറഞ്ഞു ഗുഡ്, അത്രയും എനിക്കും അറിയാം. ഞാനും പറഞ്ഞു വെരി ഗുഡ്. ഒന്നും മനസ്സിലായില്ല. എനിക്ക് ലജ്ജ തോന്നി. എൻ്റെ അടുത്തിൽ, എനിക്കന്ന് സ്വന്തമായിട്ട് ബൈബിൾ പോലുമില്ല. എൻ്റെ അടുത്തിരുന്ന എൻ്റെ ഭാര്യയുടെ ബൈബിൾ ഞാൻ ഇങ്ങോട്ട് വാങ്ങിച്ചു. ആ ബൈബിളിനകത്തോട്ട് ഞാൻ കൈവച്ചിട്ട് പ്രാർത്ഥിച്ചു, സ്വർഗസ്ഥനായ ദൈവമേ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കാം. അമേരിക്ക പോകാനല്ല, ഇംഗ്ലണ്ടിൽ പോകാനല്ല, കർത്താവെ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കാമെങ്കിൽ എനിക്ക് എവിടെയെങ്കിലുമൊക്കെ പോയി സുവിശേഷം പ്രസംഗിക്കാൻ. ഞാൻ ദൈവത്തോടൊരു വാക്ക് പറഞ്ഞു, എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഞാൻ 12 സ്റ്റേറ്റിൽ പോയി സുവിശേഷം പ്രസംഗിക്കും. ആരെങ്കിലും എൻ്റെ പ്രസംഗം പരിഭാഷപ്പെടുത്താൻ കഴിയും. എന്ത് പറ്റിയെന്നറിയാമോ? സ്വർഗസ്ഥനായ ദൈവം അടുത്ത 3 വർഷത്തിനകത്ത് സായിപ്പന്മാരുടെ പ്രസംഗം ഇന്ത്യയിലോട്ട് പരിഭാഷപ്പെടുത്താൻ എനിക്ക് കൃപ തന്നു. 11ാമത്തെ വർഷം 5 വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ഇംഗ്ലീഷിൽ പ്രസംഗിക്കാനുള്ള ഭാഗ്യം എനിക്ക് തന്നു. എൻ്റെ കർത്താവിനെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു. തീർന്നില്ല. അത് കഴിഞ്ഞും വെച്ച് ഞാൻ ഒരു ദിവസം ഉച്ചയ്ക്ക് ഉറങ്ങിയ ഞാനൊരു വെട്ടിലായെന്ന് പറഞ്ഞാൽ എനിക്ക് ജോലിയൊന്നുമില്ല. ഒരു റബ്ബർ തോട്ടത്തിൽ ചെന്നതാണ്. ആരോടും സുവിശേഷവും പറയാനൊക്കത്തില്ല. അപ്പം ഞാൻ എന്തോ എടുക്കും, ഉച്ചയ്ക്ക് ഉറങ്ങരുത് കേട്ടോ. ഉച്ചയ്ക്ക് ഉറങ്ങിയാൽ ബാഡ് കൊളസ്ട്രോൾ ഉണ്ടാവും. അതൊന്നും ഞാൻ ഉറങ്ങത്തില്ല. പക്ഷേ വേറെ ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് ഞാൻ ഉറങ്ങുകയാണ്. ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ശബ്ദം കേട്ടു, സൺ ഓഫ് മാൻ റൈറ്റ്, മനുഷ്യപുത്ര എഴുതുക. ഞാൻ എന്തോ എഴുതാൻ, 10ാം ക്ലാസ് പഠിച്ചവൻ എന്തോ എഴുതാനാ? കേരളം വിട്ടിട്ട് 10-25 വർഷമായി ഞാൻ എന്തോ എഴുതും, അറിഞ്ഞുകൂടാ. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് നീയാണോ സംസാരിച്ചത്? പെട്ടെന്ന് എൻ്റെ മുമ്പ് ഞാൻ ഉണർന്നപ്പോൾ എൻ്റെ മേശപ്പുറത്ത് എൻ്റെ മുമ്പാകെ ഒരു ചെറിയൊരു മേശയുണ്ട്, ഇതിനേക്കാൾ ചെറിയൊരു മേശയുണ്ട്. ഞാൻ കട്ടിലിനോട് എഴുന്നേറ്റിരുന്നപ്പോൾ എൻ്റെ വേദപുസ്തകം തുറന്നിരുന്നത് എസെക്കിയേലിൻ്റെ പുസ്തകമാണ്. എസെക്കിയേലിൻ്റെ പുസ്തകം അധികം പേരാരും വായിക്കുന്ന പുസ്തകമല്ല. എങ്കിലും എൻ്റെ മുമ്പായിരുന്നു. ഞാൻ ഇംഗ്ലീഷ് വേദപുസ്തകമാണ് എൻ്റെ മുമ്പിലിരുന്നത്. വിദേശ രാജ്യത്ത് വെച്ചായിരുന്നു, മലേഷ്യയിൽ വെച്ചായിരുന്നു. എൻ്റെ മുമ്പിലിരുന്ന വേദപുസ്തകത്തിനകത്ത് ഞാൻ നോക്കിയപ്പോൾ അവിടെ ഞാനൊരു വാചകം കണ്ടു, സൺ ഓഫ് മാൻ റൈറ്റ്. എന്തോ എഴുതും, എൻ്റെ കടലാസുമില്ല. ആ വീട്ടിൽ, ഞാൻ താമസിച്ച വീട്ടിൽ ആ ഒരു ഹൈസ്കൂളിൽ പഠിക്കുന്ന കൊച്ചനുണ്ട്. ഞാൻ അവൻ്റെ ഇന്ന് ഒരു 3 കടലാസ് വാങ്ങിച്ചെഴുതി. എഴുത്ത് വരാൻ തുടങ്ങി, ആശയങ്ങൾ വരാൻ തുടങ്ങി. അവൻ്റെ ഇന്ന് 3 കടലാസ് പിന്നെയും വാങ്ങിച്ചെഴുതി, പിന്നെയും 3 കടലാസ് വാങ്ങിച്ചെഴുതി. അങ്ങനെ ആദ്യം എഴുതിയ പുസ്തകമാണ് അത്ഭുതങ്ങളുടെ താക്കോൽ. 1 കോടി കോപ്പി വിറ്റെഴുതി. ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? എൻ്റെ സ്വർഗസ്ഥനായ ദൈവം എൻ്റെ കണ്ണുനീര് കണ്ടിട്ട്, എൻ്റെ ഹൃദയത്തിൻ്റെ ചിന്ത കണ്ടിട്ട്, എൻ്റെ ആഗ്രഹം കണ്ടിട്ട് എൻ്റെ സ്വർഗസ്ഥനായ ദൈവം എന്നെ അനുഗ്രഹിച്ചു, എന്നെ പ്രസംഗകനാക്കി, എന്നെ ഉപദേശിയാക്കി, എന്നെ ബൈബിൾ സ്കൂൾ ടീച്ചറാക്കി, എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു, എന്നെ പുസ്തകം എഴുതാൻ പഠിപ്പിച്ചു. 53 നല്ല, ഞാനീ പറഞ്ഞ എന്നെ ഒരു പെഡസ്റ്റലിൽ, ഒരു ഉയർന്ന സ്ഥാനത്ത് നിർത്താനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ ദൈവം നല്ലവനാണ്. എന്നെ സഹായിച്ചവനായ ദൈവം നിങ്ങളെയും സഹായിക്കും. ഞാൻ നിങ്ങളൊക്കെ പറയും, നിങ്ങൾ വിചാരിച്ചേക്കാം നിങ്ങൾക്ക് സുവിശേഷം പറയാൻ കഴിവില്ല, ശ്രമിച്ചാട്ടെ. നിങ്ങൾ വിചാരിച്ചേക്കാം എന്നെക്കൊണ്ട് ദൈവത്തിന് വേണ്ടി അധികമൊന്നും കൊടുക്കാൻ കഴിവില്ല, ഉള്ളത് കൊടുത്താട്ടെ. നിങ്ങൾ വിചാരിച്ചേക്കാം എനിക്ക് 2 കുഞ്ഞുങ്ങളല്ല ഉള്ളൂ, എനിക്ക് 3 ഉണ്ട്, എന്നെങ്കിലും ഒരെണ്ണത്തിനെ ഉപദേശിയായിട്ട് കൊടുക്കാവൻ, 2-1 കൊടുത്താട്ടെ. ബാക്കി ദൈവം ചെയ്യും. നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്യുക, ബാക്കി ദൈവം ചെയ്യും. എൻ്റെ 2ാമത്തെ മകൾ ജനിച്ചത് മന്ദബുദ്ധിയായിട്ടാണ്. പള്ളിക്കൂടത്തിൽ കൊണ്ട് ചെന്നപ്പോൾ സ്കൂളിൽ ചേർക്കത്തില്ല. കത്തോലിക്കലെ നൺ പറഞ്ഞു, കന്യാസ്ത്രീ പറഞ്ഞു, ഞങ്ങൾ എടുക്കത്തില്ല, അവളെ സ്പെഷ്യൽ സ്കൂളിൽ അയക്കണം. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, എൻ്റെ അളിയൻ പറഞ്ഞു ഒരു വാക്യം, എൻ്റെ ഭാര്യയുടെ ആങ്ങള പറഞ്ഞു ചില ഉപദേശം എൻ്റെ ഭാര്യയോട് പറഞ്ഞാണ്, മോളെ നീ ഉപദേശിയായി കഴിഞ്ഞാൽ ഞങ്ങളുടെ മക്കളൊക്കെ നല്ല തുണിയിടും, നീ വല്ലവരും തരുന്ന, അന്നത്തെ കാലത്ത് അങ്ങനെയാണ്, 1972 നീ പോയി കഴിഞ്ഞാൽ വല്ലവരും തരുന്ന സെക്കൻഡ് ഹാൻഡ് തുണികളായിരിക്കും മോളെ ഇടുന്നത്, അത് ഞങ്ങൾക്ക് വേദനയായിരിക്കും. മോളെ ഞങ്ങളുടെ മക്കളൊക്കെ പഠിച്ചിട്ട് നല്ലതുപോലെ ഇംഗ്ലീഷ് പറയും, നിൻ്റെ മക്കളൊക്കെ പറയുന്നത് കാശ്മീരിലെ ഡോഗ്രി ഭാഷയായിരിക്കും, മോളെ അത് ഞങ്ങൾക്ക് വേദനയായിരിക്കും. മോളെ ഞങ്ങളുടെ മക്കളൊക്കെ അധികം പഠിക്കുമ്പോൾ നിൻ്റെ മക്കളൊന്നും അധികം പഠിച്ചില്ലെന്ന് വരും, എൻ്റെ പൊന്നുമോളെ നീ ഉപദേശിപ്പണിക്ക് പോവല്ലേ, വേണമെങ്കിൽ PG വർഗീസ് പൊയ്ക്കോളട്ടെ, നീ അധ്യാപികയായിട്ട് ജോലി ചെയ്ത് നിനക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ ദശാംശം അയച്ചു കൊടുത്ത് അവനും പട്ടിണിയില്ലാതെ കഞ്ഞി കുടിച്ച് ജീവിക്കും. എൻ്റെ ഭാര്യ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, 45-ാം അധ്യായം യിരെമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്ന് പറഞ്ഞു, ഹല്ലേലൂയ, ഇങ്ങനെ പറഞ്ഞു, നീ വലിയ കാര്യങ്ങളെ പറ്റി ചോദിക്കുന്നുവോ ചോദിക്കരുത്, ഞാൻ നിന്നെ എവിടെ പോയാലും നിൻ്റെ ജീവൻ കൊള്ള കിട്ടിയതുപോലെ ഇരിക്കും. എൻ്റെ ഭാര്യ വിശ്വസിച്ചിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ഭർത്താവിനോട് സുവിശേഷ വേലയ്ക്ക് പോവുകയാണ്.
എൻ്റെ രണ്ടാമത്തെ കുഞ്ഞ് മന്ദബുദ്ധിയായപ്പോൾ ഞാൻ വിചാരിച്ചു മെൻ്റലി റിട്ടാർഡഡ്. ഞാൻ വിചാരിച്ചു എൻ്റെ അളിയൻ പറഞ്ഞത് നേരാണ്, നല്ലപോലെ ആഹാരം കഴിക്കാഞ്ഞിട്ടായിരിക്കാം, എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അവൾക്കൊരു ഒരു മുട്ട വാങ്ങിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ചിന്തിച്ചാട്ടെ, നല്ല ആഹാരം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അന്നത്തെ കാലത്തെ ഒരു ടോണിക്കാണ് അബ്ഡക്ക് എന്ന് പറയുന്നത്, അത് വാങ്ങിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം എൻ്റെ ഹൃദയത്തിനകത്ത് വേദന തോന്നി. സ്പെഷ്യൽ സ്കൂളിൽ അയക്കണം. ഞാൻ എവിടെ അയക്കും? പഞ്ചാബിലെങ്ങും സ്പെഷ്യൽ സ്കൂളും ഇല്ല. ഞാൻ പ്രാർത്ഥിച്ചു. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞും കൂടെ ഒന്ന്, എൻ്റെ മൂത്ത മകനും കൂടെ ഒന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ സ്വർഗസ്ഥനായ ദൈവം അവളെ അനുഗ്രഹിച്ചു. അവളെ പള്ളിക്കൂടത്തിൽ എങ്ങനെയെങ്കിലും ചേർത്തു. 2 വർഷം കഴിഞ്ഞപ്പോൾ അവളുടെ നില മെച്ചപ്പെട്ടു. 2 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ടു. അവൾ സ്കൂളിൽ ചെന്നു. 50 കുഞ്ഞുങ്ങളിൽ 50-ാമതായിട്ട് അവൾ ജയിച്ചു. 2 വർഷം കഴിഞ്ഞപ്പോൾ 49-ാമതായിട്ട് ജയിച്ചു. 2 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ 47-ാമതായിട്ട് ജയിച്ചു. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ അവളുടെ നില ഉയർന്നു. അവൾ 12ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിക്കും. 12ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്ന വിദ്യാർത്ഥിനികൾ ഒരാളായിട്ട് ജയിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ആരാണ്ട് പറഞ്ഞു, ഇവിടെ ബാംഗ്ലൂരിൽ മൗണ്ട് കാർമൽ എന്ന് പറയുന്ന ഒരു കോളേജുണ്ട്, ഏറ്റവും നല്ല കോളേജാണ്. അവൾ ഇവിടെ വന്ന് പഠിച്ചു. ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ജേർണലിസം, സൈക്കോളജി 3 വിഷയം ഒന്നിച്ച് അവൾ എഴുത്തി. 3 എണ്ണത്തിനകത്ത് മേജർ ചെയ്ത ഏറ്റവും കൂടുതൽ ഉയർന്ന മാർക്ക് വാങ്ങിച്ച് ജയിക്കുന്ന പെൺകുട്ടികളിൽ ഒന്നായിട്ട് അവൾ ജയിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവൾക്കൊരു ആഗ്രഹം, അമേരിക്കയിൽ പോയി പഠിക്കണം. അവൾ എൻ്റെ വന്ന് പറഞ്ഞു, ഡാഡി എന്നെ അമേരിക്കയിൽ അയച്ചാട്ടെ, ഞാൻ തിരിച്ചു വരാമെന്ന ഡാഡിയോട് ഞാൻ വാക്ക് പറയുന്നു. അവൾ അമേരിക്കയിൽ പോയി. അവൾ അവിടുത്തെ മാസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്ന വിദ്യാർത്ഥികൾ ഒരാൾ ജയിച്ചു. കഴിഞ്ഞ വർഷം അവൾ അവിടുത്തെ PhD പാസ്സായി. ആരാണ്? നിന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുന്നവനായ ദൈവം. എന്താണ് നിൻ്റെ സ്ഥിതി? നിനക്കാവശ്യം സുവിശേഷം പറയാനുള്ള കഴിവ്, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനുള്ള കഴിവ്, ദൈവത്തിന്. ചെറുപ്പക്കാരെ ഞാൻ നിങ്ങളൊക്കെ പറയുന്നു, ഇൻവെസ്റ്റ് യുവർ ലൈഫ് ഇൻ മിഷൻസ്. ദർ ഇസ് നോ അതർ ബെറ്റർ ജോബ് ദാൻ ദാറ്റ്. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ആര് പറയും, എൻ്റെ കർത്താവേ നിന്നെ കുറച്ചുകൂടെ അടുത്തറിയാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ കർത്താവേ നിനക്ക് വേണ്ടി ജീവിതം ചൂതാടാൻ എന്നെ സഹായിക്കണമേ. ഉപദേശിമാരെ സപ്പോർട്ട് ചെയ്യല്ല, എൻ്റെ ഒരു കുഞ്ഞിനെ നിൻ്റെ വേലയ്ക്കായിട്ട് അയക്കാനുള്ള ഭാഗ്യം എനിക്ക് തരണമേ. എന്തുകൊണ്ടാണ് അച്ഛന്മാരുടെ ഡെഫിഷ്യൻസി? എന്തുകൊണ്ടാണ് ഉപദേശിമാരുടെ ഡെഫിഷ്യൻസി? നമുക്ക് മക്കളില്ലാഞ്ഞിട്ടല്ല, നമുക്ക് അയക്കാൻ മനസ്സില്ലാഞ്ഞിട്ടാണ്. നമ്മുടെ മക്കൾക്ക് പഠിത്തമില്ലാഞ്ഞിട്ടല്ല, നമുക്ക് കൊടുക്കാൻ മനസ്സില്ലാഞ്ഞിട്ടാണ്. ആര് പറയും, ഞാൻ പോകും, ഞാനൊരു പൈതലിനെ അയക്കും, ഞാൻ കൊടുക്കും, ഞാൻ പ്രാർത്ഥിക്കും. എല്ലാവർക്കും പോകാനൊക്കത്തില്ല, എനിക്കറിയാം. നിങ്ങളെന്തു ചെയ്യും? ഈ മിഷൻ വീക്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു ദിവസം എൻ്റെ ഒരു ജ്യേഷ്ഠൻ്റെ ഭാര്യ എൻ്റെ അടുക്ക ചോദിച്ചു, മോനെ എന്തൊക്കെയുണ്ട് വിശേഷം, നിൻ്റെ മക്കൾ എന്തെടുക്കുക? ഞാൻ പറഞ്ഞു, എൻ്റെ മൂത്ത മോൻ ഉപദേശിക്കുക. അയ്യോ, അവൻ പഠിച്ചില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, ചേട്ടത്തി അവൻ 6 ഡിഗ്രിയേ ഉള്ളൂ, 6 ഡിഗ്രി. BSc ഹൈ മാർക്ക്, MSc ഗ്വാളിയറിൽ നിന്നും ഹൈ മാർക്ക്, MDH ഹൈ മാർക്ക്, ഓണേഴ്സ്, PhD ഹൈ മാർക്ക്, MBA ഹൈ മാർക്ക്. 6 ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ ഗ്രാമങ്ങൾ സുവിശേഷം. നിങ്ങൾ ആര് പറയും, കർത്താവേ ഞാൻ പോകാൻ, കർത്താവേ ഞാനൊരു കുഞ്ഞിനെ കൊടുക്കാൻ, എൻ്റെ ഒരു കുഞ്ഞിനെ വിളിച്ചാട്ട് ഞാൻ അയക്കാം, സന്തോഷത്തോടെ അയക്കാം, പുറകോട്ട് പിടിച്ചു നിർത്താതെ അയക്കാം. ആര് പറയും? കർത്താവേ പോയിരിക്കുന്നവർക്ക് ഞാൻ സഹായം കൊടുക്കാം. കർത്താവേ ഞാൻ അവർക്കായിട്ട് പ്രാർത്ഥിക്കാം. ഇവിടെ വന്നിരിക്കുന്ന മിഷണറിമാരുടെ ഫോട്ടോകൾ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, അതിൽ കൈവച്ചിട്ട് അവർക്ക് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? ഒരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, അയക്കാത്തവർക്ക് പോകാത്തവർക്ക് അയക്കാൻ അവകാശമില്ല. ഞാൻ അത്രയും പറയുന്നില്ല. ആര് പറയും ഞാൻ പോകാം? ആര് പറയും ഞാൻ അയക്കാം? ആര് പറയും ഞാൻ പ്രാർത്ഥിക്കാം?
ആര് പറയും ഞാൻ കൊടുക്കാം? ഇതിലേതെങ്കിലും ഒന്ന് ചെയ്തിരിക്കണം. കഴിയുമെങ്കിൽ ഇതെല്ലാം ചെയ്യുക. ഞാൻ പ്രാർത്ഥിക്കട്ടെ. തീരുമാനം നിങ്ങളുടെ, പ്രാർത്ഥന എൻ്റെ. സ്വർഗസ്ഥനായ എൻ്റെ ദൈവമേ, ഞാൻ നിൻ്റെ കുഞ്ഞുങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അവരോട് സംസാരിക്കണമേ. നീ പറയുന്നത് അനുസരിക്കാൻ ഒരു വെമ്പൽ കൊടുക്കണമേ കർത്താവ്. യേശുവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു, അവരിത് കേട്ടിട്ട് വെറുതെ വീട്ടിൽ പോവുകയല്ല. ലോർഡ്, ഹിയർ ഐ ആം, സെൻഡ് മീ എന്ന് പറയുവാൻ ഇടയായി തീരട്ടെ. കർത്താവ്, എൻ്റെ ഒരു കുഞ്ഞിനെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിക്കണമേ എന്ന് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ആഴമായിട്ട് ആത്മാർത്ഥതയോടെ മനഃപൂർവ്വം പ്രാർത്ഥിക്കട്ടെ. കർത്താവ് സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പോകുക, അയക്കുക, പ്രാർത്ഥിക്കുക, കൊടുക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.